നമ്മുടെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് താമസിച്ച് ധ്യാനിക്കാൻ സൗകര്യം കുറവാണ്, തീരെ സൗകര്യം കുറവാണ്. അപ്പം അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിൽ പങ്കുചേരാൻ സഹിയോൻ ധ്യാന കേന്ദ്രം ഒരു അവസരം ഒരുക്കുകയാണ്. ആ ധ്യാന പരമ്പരയുടെ പേരാണ് ഉണർവിൻ കൊടുങ്കാറ്റ്. അഭിഷേകാഗ്നി ധ്യാനം എന്നതുപോലെ ഇത് മറ്റൊരു വിധത്തിലുള്ള ധ്യാനമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദ്യം തന്നെ ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന ധ്യാന പരമ്പരയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെയും ഇതിൽ പങ്കാളിയാക്കിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. അത്ഭുതകരമായ അഭിഷേകം അവിടുന്ന് ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വർഷിക്കണമേ. കൃപകളും വരങ്ങളും ദാനങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകൾക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ വീട്ടിലെന്നും നല്ല ആരോഗ്യം ഉണ്ടാകണം. എൻ്റെ വീട്ടിലെന്നും നല്ല സമാധാനം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എന്നും നല്ല പരിശുദ്ധാത്മ നിറവുണ്ടാകണം. കുടുംബത്തിൽ എന്നും പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ ആത്മീയതയും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും എല്ലാം കുടുംബത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കാൻ ദൈവം സ്വർഗീയമായൊരു വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുലിഖിതം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. ഇതാണ് ദൈവത്തിന് ഒന്നാമത്തെ നിർദ്ദേശം. അപ്പോൾ കല്യാണം കഴിക്കാത്തവര്, കല്യാണപ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ വേഗം പോയി എന്ത് ചെയ്യണം? ദയവ് ചെയ്ത് വേഗം പോയി കല്യാണം കഴിക്കുക. വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കാര്യമല്ല ഈ പറയുന്നത്. അവർ ദൈവവിളി സ്വീകരിച്ചവരാണ്. ദൈവവിളി സ്വീകരിച്ചവർ കുടുംബജീവിതത്തേക്കാൾ ഉയർന്ന വലിയൊരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ദൈവം സ്വന്തമായി വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 3 തരത്തിലുള്ള ജീവിതാന്തസ്സുകളെ കുറിച്ച് ഒന്ന് ദൈവവിളിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി. 2 കുടുംബജീവിതം. 3 സിംഗിളായി ജീവിക്കുന്ന അപൂർവം ചില ആളുകൾക്കൊരു വിളിയുണ്ട്, സിംഗിൾ ലൈഫിലേക്കുള്ള വിളി. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് വിവാഹം കഴിക്കുന്ന ആളുകളെ കുറിച്ചുള്ള, വിവാഹം കഴിക്കാനുള്ളവരുടെ വിളിയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. സാധാരണ ഒരു ആളുടെ വിളി ദൈവം പറയാണ്, നിങ്ങൾ വേഗം പോയി കല്യാണം കഴിക്കുവിൻ. ഈ വചനം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപൂർവ്വം ചിന്തിച്ച്, ഈ കല്യാണം കഴിക്കേണ്ട കാര്യം ഒരു കൽപ്പനയായി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ഇവിടെ പലരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഇങ്ങനെ ബൈബിളിൽ പറയേണ്ട കാര്യമുണ്ടോ? അതും സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് സകല കാര്യങ്ങൾക്കും ജീവനും ജീവിതവും നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മഹാശക്തനായ ദൈവം വന്ന് ഈ നിസ്സാര കാര്യം പോലെ കൽപ്പിക്കും. ഒരു കൽപ്പനയാണിത്, നിങ്ങൾ പോയി കല്യാണം കഴിക്കുവിൻ. ഞാൻ ചിന്തിച്ച് ഇത്ര ഒരു സ്ഥലം ബൈബിളിൽ കളയേണ്ട കാര്യം, അത് തന്നെ പോയി കഴിച്ചോളും കുറച്ച് കഴിച്ചു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇത് നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഈ അടുത്ത കാലത്ത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലുമുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാലഘട്ടം ഉണ്ടാകും ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു കൽപ്പന തരാൻ തന്നെ നിർബന്ധിതനായി. അനേക രാജ്യങ്ങളിൽ ഇന്ന് ആളുകൾ കല്യാണം കഴിക്കണില്ല. അവർ 5 വർഷം 10 വർഷമൊക്കെ ഒരാളുടെ കൂടെ, 2 വർഷം 3 വർഷമൊക്കെ ഒരാളുടെ കൂടെ താമസിക്കുക, വിട്ടുപോവുക. പിന്നെ ഒരു 2-3 വർഷം വേറെ ആളുടെ കൂടെ താമസിക്കുക, വിട്ടുപോവുക. വീണ്ടും 2-3 വർഷം ഇങ്ങനെ ഈ കാളയും പോത്തൊക്കെ ജീവിക്കണില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ കാണുന്നവരുടെ കൂടെ കൂടുക, ജീവിക്കുക, പോവുക. അതിൽ കുട്ടികളുണ്ടാവും, ഉണ്ടാകാതിരിക്കുക, അത് വേറെ കാര്യം. കല്യാണം ഇല്ല. ഇനി കല്യാണം വേണമെങ്കിൽ 60-70 വയസ്സാകുമ്പോൾ മക്കളുടെ മക്കളെല്ലാമായിട്ട് വന്നിട്ട് പള്ളിയിൽ വെച്ച്, അപ്പം മക്കൾ തിരിയൊക്കെ പിടിച്ച് എല്ലാ കാര്യത്തിനും മക്കൾ തന്നെ ഹെൽപ്പ് ചെയ്തോളും കല്യാണത്തിൻ്റെ കാര്യത്തിൽ.
അങ്ങനത്തെ ഒരു രീതി ഒരുപാട് രാജ്യങ്ങളിൽ കാണുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ വരുമെന്ന്, ലോകത്തിൽ ഇതൊക്കെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ സർവശക്തനായ ദൈവം ഒരു കൽപ്പന, മെനയും ചിട്ടയുള്ള നല്ല ജീവിതം നയിക്കുന്ന ആളുകൾക്ക് കൽപ്പന കർത്താവ് കൊടുക്കുകയാണ്. നിങ്ങൾ സമയത്തും കാലത്തും നേരത്തെ കൂട്ടി കല്യാണം കഴിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ കല്യാണം കഴിക്കുവിൻ. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ. കല്യാണം കഴിച്ച് അങ്ങനെ സൊള്ളി അടിച്ചിങ്ങനെ നടന്നാൽ പോരാ. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. കല്യാണം കഴിച്ച് നമുക്ക് 5 വർഷം കഴിഞ്ഞ് കടബാധ്യത വീട്ടിയിട്ട് മതി മക്കൾ എന്ന് ചിന്തിക്കുക. കല്യാണം കഴിച്ച പിന്നെ ഏറ്റവും മുഖ്യമായ ചിന്ത എത്രയും പെട്ടെന്ന് ധാരാളം മക്കൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു 10-25 മക്കളെ ദൈവം എന്തായിരുന്നു സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം കല്യാണം കഴിച്ചാൽ പിന്നെ മുഖ്യ ചിന്ത. വീട് വെച്ചിട്ട് മക്കൾ മതി, ജോലി കിട്ടിയിട്ട് മതി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് മതി, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇത് ആര് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന വിപരീതമായ ചിന്തയാണത്. ജോലിയും വീടും അതൊക്കെ കടം വീട്ടലതൊക്കെ ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ ദൈവം നടത്തിക്കോളും. നമ്മുടെ ഡ്യൂട്ടി ദൈവം തരുന്ന മക്കളെ എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. അടുത്ത വാക്യം, നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവീൻ. നിങ്ങൾ കല്യാണം കഴിച്ചത് മക്കളായിട്ട് അങ്ങനെ നടന്ന പോരാ. നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ മക്കൾക്കും പ്രായമാകുമ്പോൾ, സമയമാകുമ്പോൾ വേഗം തന്നെ അവരെയും പിടിച്ച് കെട്ടിക്കണം. വീട്ടിലെ കടബാധ്യതയൊക്കെ വീടിയിട്ട് മക്കളുടെ കല്യാണം നടത്താം എന്ന് ചിന്തിക്കരുത്. പഠിപ്പിച്ച് നമ്മൾ നേഴ്സാക്കി അല്ലെങ്കിൽ ഡോക്ടറാക്കി അങ്ങനെ UK വിട്ടു അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വിട്ടു, കുറച്ച് കടബാധ്യതയുണ്ട്, അതൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇനി കല്യാണം ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ നിങ്ങൾ വേഗം മക്കളെ പിടിച്ച് കെട്ടിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെയും വേഗം പിടിച്ച് കെട്ടിക്കുവിൻ. ഇതൊരു കൽപ്പനയാണ്. ഇനി അടുത്തത്, അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ. അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ. കർത്താവ് പറയുക. ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ കണ്ട മക്കളെല്ലാം കൂടെ കൂടി ഈ ലോകത്തിൽ ഉണ്ടാകണത്? ഞാൻ ചിന്തിച്ചിട്ട് ഈ മക്കൾ കണ്ടമാനോടാണ് നല്ലതാണോ ശരിക്കും പറഞ്ഞാൽ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു, എന്തിനീ കണ്ട മക്കളൊക്കെ? ഇവിടെ ഓരോരുത്തരും മക്കളെ ഒന്ന് കുറയ്ക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവം, സർവശക്തനായ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാവിയെല്ലാം സ്നേഹിച്ച് നമുക്ക് നല്ല ഭാവി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന, പ്രത്യാശാഭരിതമായ ഭാവി നമുക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വേഗം നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെയും വേഗം കല്യാണം കഴിക്കണം, അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ, അങ്ങനെ കണ്ടമാനം മക്കൾ വീട്ടിലുണ്ടാകട്ടെ. എന്തിനീ കണ്ട മക്കളെല്ലാം? അടുത്ത വാക്യം, നിങ്ങൾ പെരുകണം. ഈ പെരുകുക എന്നുള്ള വാക്ക് സത്യത്തിൽ നമ്മൾ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കണാണോ? ആരാ ഈ പെറ്റി പെരുകണത്? നമുക്കതൊരു വില കുറഞ്ഞ വാക്ക് പോലെ തോന്നണുണ്ട്. നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ തോന്നാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ആ വാക്കിനെ കുറിച്ച് യാതൊരു നാണക്കേടുമില്ല. നമുക്ക് നമ്മുടെ വലിയ അപ്പൻ, നമ്മുടെ സർവശക്തനായ ദൈവം യാതൊരു നാണക്കേടുമില്ലാതെ മക്കളോട് വന്ന് പറയാ, നിങ്ങൾ പെരുകണം, നിങ്ങൾ പെറ്റു പെരുകണം എന്നാ പറയണത്. ഇപ്പം നിങ്ങളുടെ അപ്പൻ നമ്മളോട്, ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ അപ്പൻ അമ്മ പോലും ഈ കാര്യത്തിൽ ഇടപെടാറില്ല. കല്യാണം കഴിപ്പിച്ചു വിട്ടവൻ അവരായി, അവരുടെ കാര്യമായി, അവർക്ക് എത്ര മക്കളുണ്ടാകണം, അവരുടെ പിള്ളേരുടെ കല്യാണം, ഇതൊന്നും അധികം പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ ഇടപെടാറില്ല കേട്ടോ. മക്കളൊക്കെ പിന്നെ നമ്മളുടെ ചിന്തയാണ്, അതനുസരിച്ച് ഓരോരുത്തരും തോന്നിയാൽ കാണിക്കുക. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്ഥിതി ചിന്തിച്ചു, ആ ദൈവം ഈ കണ്ട സൃഷ്ടപ്രപഞ്ചെല്ലാം സൃഷ്ടിച്ച്, നമുക്ക് വേണ്ട ആപ്പിളും മുന്തിരിയെല്ലാം സൃഷ്ടിച്ച്, നമുക്ക് വേണ്ട വീട് റോഡൊക്കെ സൃഷ്ടിച്ച്, മാത്രമല്ല ഈ ചെറിയ കാര്യത്തിൽ പോലും വന്ന് ഇടപെടുകയാണ്. നിങ്ങൾ നേരത്തെ കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെ നേരത്തെ പിടിച്ച് കെട്ടിക്കണം. ഒരു 30 വയസ്സാകട്ടെ, 40 വയസ്സാകട്ടെ, മൂക്കിൽ പല്ല് മുളയ്ക്കട്ടെ, അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ നേരത്തെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ പെരുകണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിന് ഈ ആഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പെരുകണം, ദൈവത്തിന്റെ ആഗ്രഹം. എന്തിനെങ്ങനെ കണ്ടമാനം പെരുകണത്? അടുത്ത വാക്യം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. മുൻ തലമുറയിൽ നിങ്ങളുടെ അപ്പന് ഒരു 12 മക്കളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കാലം വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 15 മക്കളെങ്കിലും വെച്ച് വേണം. നിങ്ങൾക്ക് 15, നിങ്ങളുടെ മക്കളുടെ കാലം പോയി 20-25 മക്കളൊക്കെ വെച്ചാകണം. കാരണം ലോകം പുരോഗമിച്ചുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ സംഖ്യ കൂടി വരണം.
ഹല്ലേലൂയ. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ഒരു ബൈബിൾ ചൈതന്യമാണോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ബൈബിൾ വചനമാണോ ഇന്ന് നമ്മുടെ ഇടവകളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ബൈബിളിന്റെ വചനമാണോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ യേശുവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഇരിക്കുന്നത് സാത്താന്റെ വചനമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ വചനമല്ല, ഹൃദയത്തിൽ ഇരിക്കുന്നത് സാത്താന്റെ വചനമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ ക്ലാസ്സിന്റെ സമാപനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ വായിച്ച സമയത്ത് ഞാൻ ചിന്തിച്ച്, ദൈവമേ, ഇക്കണ്ട മക്കളെല്ലാം കൂടെ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കുടുംബത്തിലെ സ്ഥിതി? ഒക്കെ പട്ടിണി വന്ന് നശിച്ചു പോവില്ലേ? എൻ്റെ ഒരു വലിയ ഉത്കണ്ഠയായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പം ഈ പാലക്കാട് രൂപതയിലുള്ള ഒരു ഇടവകയിൽ ധ്യാനത്തിന് പോയി. അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തിനാ ഇങ്ങനെ കരയണം? അവ ചെറുപ്പക്കാരൻ പറഞ്ഞു, സങ്കടം വന്നിട്ട് പാടില്ല അച്ഛാന്ന് പറഞ്ഞ് പിന്നെയും കരയാണ്. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുടുംബത്തിലെ പ്രശ്നമാണ് കാരണം. ഭാര്യ ഒരു പ്രത്യേക സ്വഭാവം, അപ്പനും അമ്മയും അവിടെ കിടന്ന് ഭയങ്കരമായ സമാധാനക്കേടാണ്. ഞാൻ പറഞ്ഞു, നീ ദയവ് ചെയ്ത് ആ ഭാര്യനെ വേഗം കൊണ്ടുപോവാ, ആ ഭാര്യ ധ്യാനം കൂടട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ഭാര്യനെ ധ്യാനത്തിന് ആവുന്നത് വിളിച്ചതാണ്. അവൾ പറയാണ്, ആദ്യം മുതുക്കനെ കൊണ്ട് ശരിയാക്കുക, എന്നിട്ട് എന്നെ ശരിയാക്കാൻ വന്നാൽ മതി എന്ന്. ഏതാ മുതുക്കൻ? ആ വീട്ടിലെ പട്ടിയുടെ പേരല്ല. ഞാൻ വിചാരിച്ചത് എന്താ ഈ മുതുക്കൻ എന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ച്, ആരാന്നറിയോ? നമ്മുടെ ഭർത്താവിൻ്റെ അപ്പനെയാണ് വിളിച്ചത്. ഓമന പേരാണത്, മുതുക്കൻ. ഞാൻ പറഞ്ഞു, ദൈവമേ, അത്രയും ബഹുമാന്യനായ ഒരു ദേഹത്തെ മുതുക്കാന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഭാര്യനെ ഈ ധ്യാനത്തിന് കൊണ്ടുവരണ്ട. കാരണം നമ്മളെ എന്താ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു, അതിനെ ഈ ധ്യാനത്തിന് കൊണ്ടുവരണ്ട, അതിന് നല്ല ശക്തിയുള്ള ധ്യാനമുള്ള ഏതെങ്കിലും ഒരു ധ്യാനത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിളിക്കുമോ? എന്നാൽ ഒരു സ്ത്രീ അങ്ങനെ വിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ ഞാൻ ധ്യാനത്തിന് നീ നിന്റെ അപ്പനും അമ്മേനും കൊണ്ടുപോവാ, നമുക്ക് അവരെ ശരിയാക്കി എടുക്കാം. ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും ഇതിനോടകം തന്നെ ഒരു 100 ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇനിയും വേണമെങ്കിൽ ഒരു 100 ധ്യാനം കൂടാനും റെഡിയാണ്. അവർക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം. ഒരു നല്ല അപ്പൻ, ഒരു നല്ല അമ്മ. ഞാൻ പറഞ്ഞു, 100 ധ്യാനം കൂടിയവരൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉടനെ ധ്യാനം കൂട്ടണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി അവർ ഒരുപാട് ധ്യാനം കൂടിക്കഴിഞ്ഞവരാണ്. അപ്പോൾ അത് നല്ലവരാണ്. ഞാൻ മനസ്സിലാക്കി, ആ അപ്പനും അമ്മയും നല്ല തങ്കപ്പെട്ട അപ്പനും അമ്മയാണ്. അതുകൊണ്ടാണ് ഈ മക്കൾക്ക് വേണ്ടി എത്ര ഭൂമിയോളം താഴെ റെഡിയാണ്. ഞാൻ ചോദിച്ചു, നിന്റെ കുടുംബത്തിൽ സത്യമായ നിന്റെ പ്രശ്നം എന്താ? അപ്പോൾ പറഞ്ഞു, ഭാര്യ ഒരു സ്ഥലത്ത് കഞ്ഞി വെക്കും, പ്രശ്നം മുറിയിട്ട് ഗുലുമാലായി. അപ്പോൾ വീടിൻ്റെ അടുക്കളയുടെ ഒരു മൂലയിൽ ഭാര്യ കഞ്ഞി വെക്കും, ഇപ്പുറത്തെ മൂലയിൽ അമ്മ കഞ്ഞി വെക്കും. പാത്രങ്ങളൊക്കെ രണ്ടാണ്. എന്നിട്ട് കഞ്ഞി കുടിക്കാൻ സമയമാകുമ്പോൾ ഭാര്യ പറയും, ചേട്ടാ വാ കഞ്ഞി കുടിക്കാം. അമ്മ വിളിക്കും, മോനെ വാ. ഇവൻ ചോദിക്കും, ഞാൻ എവിടെ നിന്നൊക്കെ കഞ്ഞി കുടിക്കും? വീട്ടിൽ ഭയങ്കര ബഹളം, തമ്മിൽ ഭയങ്കര കുടുംബം ഒരു നരകമാണെങ്കിൽ സാരമില്ലായിരുന്നു, അതിനേക്കാൾ അത് പതിച്ചു പോയി. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഇടയത് നരകിക്കാ, നീറി ഇല്ലാതെ അപ്പനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭാര്യനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉടനെ ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം. നിനക്ക് സമാധാനം ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വാടക വീടെടുത്ത് നീയും നിന്റെ ഭാര്യ വാടക വീട്ടിലേക്ക് മാറുക, തൊട്ടടുത്ത്. അപ്പനും അമ്മയും തറവാട്ടിൽ താമസിക്കട്ടെ, നീ വന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പിന്നെ വേണ്ടി വന്നാൽ ചെയ്തു കൊടുത്താൽ മതി. ഉടനെ ചെറുപ്പക്കാരൻ നേരം നോക്കി. ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, എന്നെ ഇത്രയും വളർത്തി വലുതാക്കി, എന്നെ ഇത്ര ആക്കി കഴിഞ്ഞപ്പം അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഒറ്റയ്ക്കൊരു വീട്ടിലിട്ടിട്ട് ഞാനും ഭാര്യയും കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിക്കുക അച്ഛാ? മനസാക്ഷിയുള്ളവർക്ക് പറ്റുമോ അച്ഛാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നീ പോകണ്ട, നീ അവിടെ തന്നെ താമസിക്കണം പറഞ്ഞു. ഞാൻ വീണ്ടും ആലോചിച്ചു, എനിക്ക് അവനെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വീണ്ടും ആലോചിച്ചു, ദൈവമേ, ഇവൻ എന്തൊരു വഴി. ഉടനെ എനിക്ക് നല്ലൊരു ആശയം കിട്ടി. ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ നിനക്ക് നല്ലൊരു വഴി പറഞ്ഞു തരാം. നീ ഒരു കാര്യം ചെയ്യും,
നിന്റെ അപ്പനും അമ്മയും മരിക്കുന്നത് വരെ നിന്റെ ഭാര്യനെ കൊണ്ട് ഭാര്യ വീട്ടിൽ നിർത്തുക. എന്നിട്ട് അപ്പനും അമ്മയും മരിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഞാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ മുഖം പോയ പോക്കുകയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛ എന്തായി പറയണെന്ന് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഭാര്യനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ നോക്ക് ഈ ചെറുപ്പക്കാരന്റെ ഗതികേട്. ഈ ചെറുപ്പക്കാരൻ ഇതിനിടയിൽ നിന്ന് തകരുക. ഭാര്യനെ ഉപേക്ഷിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പനെ അമ്മനാണെങ്കിൽ അത്രയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പം ഞാൻ പരിശുദ്ധാത്മാവേ അങ്ങേക്കൊരു വഴിയില്ലേ? ഉടനെ പരിശുദ്ധാത്മാവ് ചോദിച്ച്, എത്ര മക്കള് ഇയാളുടെ അപ്പനുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ ഇതാ ഇപ്പം തന്നെ വഴി തെളിഞ്ഞു വരും. അതെ, നിന്റെ അപ്പൻ എത്ര മക്കളുണ്ടെന്ന് ദൈവം ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരൻ വലിയ സന്തോഷമായി പ്രത്യാശയോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. അതാ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ കണ്ണുനീരിന്റെ കാരണം. ഇനി ആര് വിചാരിച്ചാലും ഈ കണ്ണുനീര് മാറില്ല. ഈ അപ്പനും അമ്മയും കണ്ണുനീരിൽ കുതിർന്ന് മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിന്റെ അപ്പനും അമ്മയും കണ്ണുനീരിൽ കുതിർന്ന് മരിക്കും. ഇത് മാറ്റാൻ ഇനി ലോകത്തിൽ ഒരു രക്ഷകനും പറക്കില്ലെന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരൻ ചോദിച്ചു, അച്ഛൻ കണ്ണിച്ചോറയില്ലാതെ എന്താ അച്ഛൻ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനല്ല, സർവശക്തനായ ദൈവമാണ് ഇത് അരുളി ചെയ്യുന്നത്. അവൻ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ ദൈവം വെളിപ്പെടുത്തി, ഈ അപ്പന്റെയും അമ്മയുടെയും വാർദ്ധക്യം സന്തോഷപൂരിതമാകാൻ, സന്തോഷം കൊണ്ട് നിറഞ്ഞ് ആറാടി ജീവിച്ച് മരിക്കാൻ ഇവർക്ക് വേണ്ടി ഒരു മകനെ, ഒരു മകളെ കർത്താവ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മകൾ ഈ ഭൂമുഖം കണ്ടിട്ടില്ല, അതിനെ വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിഞ്ഞെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വ്യക്തികളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയാണ്. അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും. അവരുടെ വാർദ്ധക്യമൊക്കെ നല്ല സന്തോഷപൂരിതമായി, നല്ല സെലിബ്രേഷൻ പോലെ സന്തോഷിച്ച് അവർ ഈ ലോകം വിട്ടു പോകണം. ഇതാണ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ വാർദ്ധക്യം സന്തോഷപൂരിതമാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മകനെ, ഒരു മകളെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വീട്ടിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ ഉത്തരവാദിത്വം കാരണവന്മാരുടെ വാർദ്ധക്യം സന്തോഷപൂരിതമാക്കുക എന്നുള്ളതല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ ഓർത്തുപോയി. ഞാൻ വേഗം ഇത് കിട്ടി പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് ത്വല്ലും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കൾ, ഞാൻ 6ാമത്തെ ആളാണ്. ഞാൻ ചിന്തിച്ച്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മൂത്ത ചേട്ടൻ അപ്പൻ്റെ അമ്മയുടെ ആദ്യത്തെ മോൻ പറഞ്ഞപ്പം ചിന്തിക്കുകയാണ്, നമ്മൾ 2 നമുക്കൊന്ന് എന്ന് പറഞ്ഞ് അവർ പ്രസവം നിർത്തിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്തായിരിക്കും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വാർദ്ധക്യം എന്ന് ഞാൻ ഒന്ന് ഭാവന കണ്ടു നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 പണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒപ്പീസ് പാടി കഴിയേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മൂത്ത ചേട്ടൻ തോന്നിയാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൂത്ത ചേട്ടൻ പേഴ്സണലായിട്ട് എനിക്കറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടനാണ്. അത്രയും നല്ല ചേട്ടനാണ്, നല്ല മനുഷ്യൻ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ തോന്നിയാസിയെന്ന് വിചാരിക്കരുത്. പേഴ്സണലായിട്ട് എനിക്കറിയാം, എനിക്ക് അവരോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു പേഴ്സണൽ ഒരു അടുപ്പമുണ്ട്. അവർ നല്ല ഒരു ഭാര്യയാണ്. അവർക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളും തങ്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഈ തങ്കങ്ങളുടെ എല്ലാത്തിൻ്റെ ഇടയിലേക്ക് അപ്പനും അമ്മയും വന്നാൽ എല്ലാം കൂടി നരകായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചിന്തിച്ച് ഇത്രയും നല്ല ആളുകളുടെ ഇടയ്ക്ക് ഒരു അപ്പനും അമ്മയും വരുമ്പോൾ എങ്ങനെ മോശമാകും? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഒരപ്പനും ജനിക്കുന്ന എല്ലാ മക്കൾക്കും അപ്പനെ അമ്മേനെ നോക്കാനുള്ള ദൗത്യം അല്ല ഉള്ളത്. ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവം അവർക്ക് അവരുടേതായ ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ശാസ്ത്രജ്ഞനാകാനായിരിക്കും വിളി, അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ് കൊടുക്കുന്നത്. ചിലർക്ക് കൃഷിക്കാരനാകാനായിരിക്കും വിളി, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും. ചിലർക്ക് പട്ടാളക്കാരനാകാനൊരു വിളിയായിരിക്കും, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സായിരിക്കും കൊടുക്കുന്നത്. ചിലർക്ക് പോലീസുകാരനാകാനുള്ള വിളിയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും. ചിലർക്കൊരു വിളി അപ്പനെ അമ്മേനെ നോക്കുക എന്നുള്ള വിളിയാണ്, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ഓർത്ത് എൻ്റെ മറ്റ് കൂടപ്പിറപ്പുകളൊക്കെ ഞാൻ ഓർത്ത് നോക്കി, അവരുടെ ആരുടെ കൂടെ താമസം. ഇപ്പം എൻ്റെ കൂടെ തന്നെ താമസം. ഞാൻ 6ാമത്തെ പുത്രനാണ്. 6ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ അപ്പനമ്മ വിചാരിക്കുകയാണ്, 6 ഉണ്ടല്ലോ, ഇത്രയും മതി, ഇതിനൊക്കെ നോക്കാൻ ആരെയും കൊണ്ട് പറ്റും, 6 ഉണ്ടല്ലോ, ഇത്രയും മതി എന്ന് വിചാരിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. എൻ്റെ 6ാമത്തെ പുത്രൻ എന്നെ ശരിക്കും നോക്കും എന്ന് വിചാരിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അപ്പനമ്മയും താമസിക്കുകയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ ഭാവന കണ്ടിട്ടുണ്ട്. അവർ വെള്ളവും കഞ്ഞിയും കിട്ടിയിട്ട് മരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാരണം? ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എനിക്കൊരു വിളി തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു മനസ്സാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ വിളി എന്താ? എൻ്റെ വിളി ദൈവവിചാരം. പ്രൈസ് ദി ലോർഡ്. ദൈവവിചാരമാണ് എൻ്റെ വിളി. അപ്പം ഞാൻ ദൈവം വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കൂടത്തിലുള്ളവർ ഭക്ഷണം കഴിച്ചോ, അവർക്ക് വണ്ടിക്കൂലി കൊടുത്തോ, അവർക്ക് മരുന്ന് വാങ്ങി, ഇതൊന്നും നോക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. ഒരു കാര്യം കണ്ടാൽ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ സ്വന്തം ഭക്ഷണത്തിൻ്റെ കാര്യം പോലും ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് അപ്പനും അമ്മയും കൂടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 5-6 ദിവസം മരുന്നൊക്കെ കൊടുക്കേണ്ട സമയമാണെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിച്ചോ എന്ന് ചോദിച്ച് അപ്പോഴേക്ക് ആൾ മരിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകിയിട്ടുള്ള ദൗത്യത്തോട് കൂടെയാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവം നൽകിയിട്ടുള്ള ദൗത്യത്തിനനുസരിച്ച ഒരു മനസ്സാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും എനിക്ക് ദൈവവിളി ആയതുകൊണ്ട് യേശുവേ 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 എന്ന് പറഞ്ഞ് അതിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അപ്പൻ എവിടെ, അമ്മ എവിടെ, അതുങ്ങൾ ആശുപത്രി കൊണ്ടുപോയോ, ഇതൊന്നും നോക്കാൻ ആ സമയത്ത് മൈൻഡില്ല. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ 7ാമത്തെ ഒരു പുത്രൻ. ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പനമ്മ ഇപ്പം നല്ല മരിച്ചിട്ടില്ല, അവരിപ്പോഴും ഉണ്ട്, നല്ല പ്രായമായിരിക്കുന്നവരാണ്. എനിക്ക് തന്നെ ഞാൻ മരിക്കാറായി. അപ്പം എൻ്റെ അപ്പൻ്റെ പൈസ ഓർത്ത് നോക്ക്. അപ്പോൾ അങ്ങനെ നല്ല വാർദ്ധക്യത്തിൽ അവരിയ്ക്കുകയാണ്. അങ്ങനെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന അവരുടെ അടുത്ത് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന സമയത്ത് 2 മണിക്കൂർ, അന്ന് ഹർത്താലോ എന്താ വന്നിട്ട് 2 മണിക്കൂർ ഞാൻ ബ്ലോക്കായി വീട്ടിൽ അകപ്പെട്ടു. ഞാൻ ചെന്ന സാധാരണ പെട്ടെന്ന് പോരും, അത് നിൽക്കില്ല. എന്നാൽ അന്ന് ബൈ ചാൻസ് കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. ഞാനപ്പോൾ അവിടെ നിന്നു. ബസ് വന്നല്ലോ, എനിക്ക് പോരാൻ പറ്റില്ല, അവിടെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ മുറിയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ ചെന്നാലും എൻ്റെ ചിന്ത എങ്ങനെ അടുത്ത ഈ മദ്യപാനികളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, അടുത്ത ബോംബെ പട്ടണത്തെ ഭാവികൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വലിയൊരു സ്വരം, ഭോ എന്ന് പറഞ്ഞൊരു സ്വരം. ഉടനെ ഞാൻ ഓടിച്ചെന്ന് എന്താന്ന് നോക്കുമ്പം നമ്മുടെ അപ്പൻ അവിടെ നിൽക്കുകയാണ്. വലിയൊരു അലമാരി ഉണ്ടായിരുന്നു, അതെല്ലാം മറിച്ച് വീണിട്ടുണ്ട്. ഈ ചില്ലെല്ലാം കൂടെ പൊട്ടി, അവിടെ വാഷ് ബേസിനും പൊട്ടി, എല്ലാം തകർന്ന് ചിഹ്നഭിന്നമായി കിടക്കുകയാണ്. ഇത് കണ്ട ഉടനെ എനിക്ക് വന്ന ദേഷ്യം കണക്കില്ല. എന്തിൻ്റെ കുറവുണ്ടായിട്ട് അങ്ങനെ ഞാൻ പുറത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലിങ്ങനെ വന്നെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത് ഒന്നും വിടാതെ ഞാൻ നോക്കിയിരുന്നു. അപ്പനും ഇങ്ങനെ എന്താണെന്നറിയാതെ അപ്പനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ സ്വരം പറമ്പിലുള്ള അനിയൻ കേട്ടു. അനിയനും ഭാര്യ എല്ലാം ഓടി വന്നു. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ആദ്യം അനിയനെ എത്തിയത്. അനിയൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ചിഹ്നഭിന്നമായി വാഷ് ബേസിനെല്ലാം തകർന്ന് വരുമ്പോൾ അലമാരി പൊട്ടി, അലമാരിയിൽ ചില്ലെല്ലാം പൊട്ടി ഇങ്ങനെ നിലത്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംഘർഷം. ഇനി അനിയനെങ്ങാനും എൻ്റെ കൺമുമ്പിൽ അപ്പനോട് ചൂടായ എനിക്ക് സഹിക്കില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, മാതാവേ, സപിതാവേ, കാവൽമാരാകെ, മുഖ്യദൂതന്മാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കണ്ട കാഴ്ച എന്താണെന്നറിയോ? അനിയൻ ഇത് കണ്ടപ്പം അവൻ്റെ സന്തോഷം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഹായ്, വെരി ഗുഡ്, നന്നായിരിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് അവൻ വേഗം ഒരു മുറം എടുത്ത് ചൂലെടുത്ത് അവൻ ഓടി വരികയാണ്. ചൂലെടുത്ത് അപ്പനെ അടിക്കാൻ വേണ്ടിയല്ല, ഈ ചില്ലെല്ലാം കൂടെ അടിച്ച് അപ്പോഴത്തേനും ഭാര്യ ഓടിയിട്ട് അവൾ വേഗം തുണിയെടുത്താൽ ചെറിയ തുടയ്ക്കാൻ വേണ്ടിയൊക്കെ മുട്ടുകുത്തി ഒന്ന് തുടച്ച്, അപ്പോഴത്തേനും വേഗം ഭാര്യ അപ്പുറത്ത് അപ്പന് കസേര കൊണ്ടിരുത്തി, അപ്പൻ്റെ കാലൊക്കെ തിരി മുറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ തുടച്ച് അതൊക്കെ ബാൻഡേജ് ചെയ്യുന്നു. അപ്പോഴത്തേനും 4 പിള്ളേരുണ്ട്, പിറനീസുകളെല്ലാം കൂടെ ഓടിയെത്തി, അതുങ്ങളും കുറേ ചില്ലൊക്കെ വാരിയെടുത്ത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു ക്രിസ്മസ് രാത്രിയുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ കണ്ടമാനം വേറെ വിഷയങ്ങൾ സന്തോഷിക്കാൻ? ഞാൻ ചിന്തിച്ച, എൻ്റെ ദൈവമേ, ഞാൻ 10 വർഷം സെമിനാരിൽ പഠിച്ച്, ഞാൻ 10-15 വർഷം ധ്യാനിപ്പിച്ച്, ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷം കൂടുകയല്ല ചെയ്തത്. എനിക്ക് ചില
വേറെ ചില ചിന്തകളാണ് വന്നത്. എന്തിൻ്റെ കുറവുണ്ടായിട്ടുള്ളത് ആ ചിന്തകളൊക്കെ എന്നാൽ എൻ്റെ അനിയൻ അവനിത് കാണുമ്പം ദേഷ്യമല്ല പറയണത്. അപ്പൻ്റെ ഓരോ കുസൃതി, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് വന്ന അപ്പനെ അമ്മേനെ ശുശ്രൂഷിക്കാൻ നിർത്തിയ എളുപ്പമല്ല. ചെറിയ കുട്ടികളെക്കാളും സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓരോ കുസൃതി കാണുമ്പം ഇവൻ്റെ സന്തോഷം കൂടിക്കൊണ്ടിരിക്കുക. എന്തിനാ വേറെ സിനിമയ്ക്ക് പോണത്? ഹല്ലേലൂയ. ഇന്നസെന്റ് കോമഡിയൊക്കെ എന്തിനാ ഇടുന്നത്? അല്ലാതെ തന്നെ പ്രിയപ്പെട്ട ഈ അപ്പൻ്റെ ഓരോ തരത്തിലുള്ള ഓരോ വാശിയോ പരിഭവോ ദേഷ്യമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കാണുമ്പം ദേഷ്യമല്ല, ഇവൻ്റെ ഉള്ളിൽ ആനന്ദം കൂടുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ, മക്കള്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പനെ അമ്മേനെ നോക്കാൻ വിളിയുള്ള മകൻ്റെയോ മകളുടെയോ കൂടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നിനേക്കാളും പവറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണേ. എൻ്റെ അപ്പനമ്മ എവിടെ പോയാലും വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരണം. എത്ര ക്ഷീണമാണെങ്കിലും ശരി, വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എല്ലാ ക്ഷീണവും പോയി നല്ല ഉഷാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവിടെയുള്ള ഏറ്റവും ടോപ്പായ ഡോക്ടർ മരുന്ന് കൊടുത്താലും ശരി, അതിനേക്കാൾ ഔഷധമാണ് അപ്പനെ അമ്മേനെ നോക്കാൻ വിളിയുള്ള മകൻ്റെയോ മകളുടെയോ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാൽ. അപ്പനമ്മയുടെ ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്ത് മധുരമുള്ളത് കഴിക്കാൻ പാടില്ല, ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറേ കൺട്രോൾ ഉണ്ടാവുമല്ലോ. കൊളസ്ട്രോളിനൊക്കെ കൺട്രോളല്ലേ, ഇറച്ചിയൊന്നും കഴിക്കുക. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും ഈ ഡോക്ടർമാർ എന്ത് കഴിക്കരുതെന്ന് പറഞ്ഞോ അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഇറച്ചി കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇറച്ചി മാത്രം മതി. മധുരമുള്ളത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മധുരമുള്ളത് മാത്രം മതി. ഈ അപ്പനെ അമ്മനെ നോക്കണ മകനോ മകളോ അവരുടെ കൈ കൊണ്ട് മധുരമുള്ളത് കൊടുത്താലും അപ്പം കഴിച്ചു കഴിയുമ്പോൾ അത് ഷുഗറിനെ ബാധിക്കുന്നില്ല, യാതൊരു കേടുമില്ല. അത് ഇപ്പോഴും അപ്പനും അമ്മയും ഓടി നടക്കുകയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ അപ്പനും അമ്മയും നമ്മളുകൂടെ ഒരുമിച്ച് യാത്ര ചെയ്താൽ, ഞാൻ യാത്ര ചെയ്ത് വന്ന് 2 ദിവസം റെസ്റ്റ് ചെയ്താലാണ് എൻ്റെ ക്ഷീണം മാറുള്ളൂ. അപ്പനും അമ്മയും പിന്നെ അടുത്ത യാത്രയ്ക്ക് റെഡിയാണ്. ഇത് പറഞ്ഞാൽ ക്ഷീണം തടറില്ല. കാരണം എന്താ? അപ്പനെ അമ്മേനെ നോക്കാൻ ദൈവം വിളിച്ച ആ ദൈവമുള്ളവരുടെ കയ്യിലാണ് അവരെ ദൈവം ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അപ്പനെ അമ്മേനെ നോക്കാൻ സ്വന്തം മകനെങ്കിൽ ദൈവം ഒരുക്കിയ ഒരു കരമുണ്ട്. അവർ നോക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ കുറച്ച് പണമുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല നേഴ്സുണ്ടെന്ന് വിചാരിച്ച് ജീവിതം സൗഭാഗ്യപൂർണ്ണമാവുമെന്ന് ധരിച്ച് വശാകരുത്. ഒരു കട്ടൻ കാപ്പിയാണെങ്കിലും വെറുതെ ഒരു ചൂടുവെള്ളം കുടിച്ചാണെങ്കിലും അത് സ്വന്തം മക്കള് നോക്കാൻ വിളിയുള്ള മക്കളുടെ കയ്യിൽ നിന്നാണ് കിട്ടണമെങ്കിൽ അത് ഒരു സൗഭാഗ്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇനി ഏത് മകനാണ്, ഏത് മകൾക്കാണ് അപ്പനെ നോക്കാനുള്ള വിളി എന്നാണ് പലരും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഏറ്റവും അവസാനത്തെ കുട്ടിക്കാണ് അപ്പൻ അമ്മയെ നോക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ കൈയാണ് അപ്പനമ്മയ്ക്കും വെള്ളം കൊടുക്കാൻ അനുഗ്രഹമുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ആ കുട്ടി ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് വിഷയം. ഇപ്പൊ ഇതാ നിങ്ങൾ ചിലർക്ക് ഇപ്പോൾ ചില പ്രകോപനം, ഒരു ചേട്ടത്തിക്ക് ഇത് കേട്ടപ്പോൾ പ്രകോപനം ഉണ്ടായി. ആ ചേട്ടത്തി ചാടി എണ്ണീറ്റ്. നിങ്ങൾക്ക് എത്ര നല്ല ചേട്ടത്തിമാര്. ആ ചേട്ടത്തി അങ്ങനെയല്ല. ഇത് കേട്ട ഉടനെ ചേട്ടത്തിക്ക് പെട്ടെന്ന് വിവരം മനസ്സിലായി. നിങ്ങൾ പതുക്കെയാണ് ആലോചിച്ച് മനസ്സിലാക്കിയെടുത്തത്. ചേട്ടത്തി കുശാഗ്ര ബുദ്ധി ആയതുകൊണ്ട് ചേട്ടത്തി കേട്ട ഉടനെ കാര്യം മർമ്മത്തിലേക്ക് മനസ്സിലാക്കി. ചേട്ടത്തി ചാടി എണ്ണീറ്റ്. ചേട്ടത്തി ചോദിച്ചു, അച്ഛാ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും അച്ഛാന്ന് ചോദിച്ചു. ഈ അവസാനത്തെ കുട്ടീനെ അന്വേഷിച്ച് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ആ ചേട്ടത്തിയുടെ സംശയം നല്ല സംശയമല്ലേ അല്ലേ? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം ദൈവസന്നിധിയിൽ ഞാൻ വെച്ച്, കർത്താവ് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിച്ചാരും ചങ്കുപൊട്ടി അങ്ങനെ വേദനിക്കൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് നമ്പർ ഇല്ലെങ്കിലും എനിക്ക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അൺലിമിറ്റഡ് ഓഫർ ആർക്കും ഇല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങ് പോയാ ഇതിന് വല്ല കയ്യും കണക്കും ഉണ്ടോന്നാ ചോദിക്കണത്. നിങ്ങൾക്ക് കയ്യും കണക്കും ഇല്ലെങ്കിൽ തരുന്നവന് കയ്യും കണക്കും ഉണ്ട്. കാരണം എന്താ? മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനവും. 127 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ
127 സങ്കീർത്തനം 3-ാം വാക്യം പഠിപ്പിക്കുകയാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനമാണ്. നമുക്ക് നമ്പറിൽ കയ്യും കണക്കില്ലെങ്കിലും സമ്മാനം തരുന്നയാൾ നിശ്ചയിച്ചിട്ടുണ്ട് എത്ര സമ്മാനം കൊടുക്കണമെന്ന്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കാമെന്ന് വിചാരിക്കുക, സമ്മാന വിതരണം നടക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ സമ്മാനം മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മാനം വിതരണം ചെയ്യുന്ന ആൾ അവിടെ ഇരിക്കുന്ന എല്ലാ സമ്മാനവും എടുത്ത് നമുക്ക് തരുമോ? ഇല്ല. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ അത് മാത്രമേ നമുക്ക് തരുള്ളൂ. ശരിയല്ലേ? എന്താ മിണ്ടാതിരിക്കുന്നത്? അതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക് എത്ര മക്കളെ വേണം ദൈവം അനാദി മുതലേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ചില കുടുംബത്തിൽ 8 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ 4 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ 2 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ ഒരാളായിരിക്കും, ചില കുടുംബത്തിൽ 12 മക്കളായിരിക്കും. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഈ കുടുംബത്തിന് എത്ര സമ്മാനം കൊടുക്കണം, ഈ ചേട്ടന് എത്ര സമ്മാനം കൊടുക്കണം, ഈ ചേട്ടത്തിക്ക് എത്ര സമ്മാനം കൊടുക്കണം, ഇത് നിശ്ചയിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. അപ്പോൾ സമ്മാനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച ദൈവത്തിന് കയ്യും കണക്കും ഉണ്ട്. അവൻ കൃത്യമായും കണക്കാക്കി, കൃത്യമായി നമ്പറിട്ട്, കൃത്യമായും പദ്ധതി ഒരുക്കി, എല്ലാം ക്രമീകരിച്ചിട്ടാണ് നമുക്കായി ഈ സമ്മാനങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു വിചാരിച്ച് ആരും ദണ്ണപ്പെടുവെന്ന് വേണ്ട. ദൈവത്തിന് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ക്രമീകരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ യാക്കോബിന്റെ ചരിത്രങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുക. യാക്കോബിന് കുറച്ച് ഭാര്യമാരുണ്ടായിരുന്നു. യാക്കോബിന്റെ ഭാര്യമാരിൽ ചിലർക്ക് മക്കളുണ്ടാവും, ചിലർക്ക് മക്കളുണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിൽ മക്കളുണ്ടാകുന്ന ഭാര്യമാർ മത്സരിച്ച് യാക്കോബിന് വേണ്ടി മക്കൾ ജനിപ്പിക്കുന്ന രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്ന രംഗമുണ്ട്. ഒരു 3-4 മക്കൾ ജനിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ കാലത്തേക്ക് അവർക്ക് മക്കളുണ്ടായില്ല. അപ്പൊ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ആ കുടുംബങ്ങൾ അവരുടെ വേദന പറഞ്ഞാൽ, അച്ഛാ എൻ്റെ ആദ്യത്തെ മോൻ ജനിച്ചു, പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഇത് വേറെ ചില കുടുംബം എന്ന് പറയാണ്, എനിക്ക് 3 മക്കളുണ്ട് അച്ഛാ, ഇപ്പൊ കുറവ് 10-12 വർഷം കഴിഞ്ഞു, പിന്നെ എനിക്ക് മക്കൾ ജനിക്കുന്നില്ല. അപ്പൊ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, 1 മകൻ വേണോ, 2 മകൻ വേണോ, 3 മക്കൾ വേണോ, 5 പേര് വേണോ, 12 പേര് വേണോ, ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയിച്ച നമ്പർ കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി അധികം ജനിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോഴല്ല വേറൊരു ചേട്ടത്തിക്ക് ഒരു സംശയം. ആ ചേട്ടത്തി വേഗം ചാടി എണ്ണീറ്റ് ആ ചേട്ടത്തി പറഞ്ഞു, അച്ഛാ അങ്ങനെ ദൈവം തരണം മുഴുവനെ സ്വീകരിച്ചു വിചാരിക്കുക, ഈ കണ്ട കുട്ടികളെല്ലാം കൂടെ പ്രസവിച്ചു കൂട്ടിയാൽ ആര് നോക്കുക അച്ഛാന്ന് ചോദിച്ചു. അതൊരു വിഷയല്ലേ? ആര് നോക്കും? ഈ കാലത്ത് ഒരു കുട്ടീനെ പഠിപ്പിക്കാനും വളർത്താനുള്ള ചെലവെന്നാന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. ആര് നോക്കുമെന്ന് ചോദിച്ചു. അത് ന്യായമായ ഒരു പ്രശ്നം തന്നെയാണ്, ശരിയല്ലേ? ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച്, ദൈവമേ ഈ കണ്ട കുട്ടികളെല്ലാം കൂടി പ്രസവിച്ചാൽ ഈ കുട്ടികളെ ആര് നോക്കും? അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രബോധനമാണ്, പ്രസവിക്കുക എന്നുള്ളത്, സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്, നോക്കുന്നതും വളർത്തുന്നതും ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് ദൈവം ചോദിച്ചു, നിങ്ങൾ നോക്കി എത്ര നോക്കുന്ന ദൈവം ചോദിക്കണത്. അല്ല ശരിയല്ല? നിങ്ങൾ നോക്കി എത്ര നോക്കും? എവിടെ വരെ നോക്കും? കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതായിരിക്കും ഇപ്പം വിധി എന്ന് പറയാനല്ല, കൈമലർന്നാൽ എന്തെങ്കിലും പറ്റുക. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ തൃശ്ശൂർ പാറയമ്പാടം പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പാറയമ്പാടം പള്ളി ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ താമസിപ്പിച്ചത് ഒരു 5 മിനിറ്റ് അകലെയുള്ളൊരു വീട്ടിലാണ്. എന്നിട്ട് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് ധ്യാനത്തിന് പോണത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങി പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ പോകുന്ന വഴിയിൽ ഇതാ എവിടുന്നറിയാൻ പാടില്ല, കുറേ നാടോടികൾ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ്. ഒരു 19 കുടുംബങ്ങളെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ ഈ നാടോടികൾ അപ്പനും അമ്മയ്ക്ക് എഴുന്നേറ്റ് അമ്മിക്കല്ല് കൊത്താനും പഴയ പാത്രം പെറുക്കാനും പല കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങോട്ട് പോകും. പിന്നെ ഈ കുട്ടികളെല്ലാം ആ ടെൻറ്റിൽ, ആ കൂടാരങ്ങളിലുണ്ട്. അത് 10 വയസ്സുള്ളതുണ്ട്, 5 വയസ്സുള്ളതുണ്ട്, 2 വയസ്സുള്ളതുണ്ട്, 14 വയസ്സുള്ളതുണ്ട്, പല പ്രായക്കാരും പല നിറക്കാരും അങ്ങനെ അവിടെ കിടക്കുക. ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയോ?
അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു, കഴുത്തെ പിടിച്ച് കറക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പം ഒരു തോട്ടിനകത്ത് ഒരു മുഴുത്ത പറഞ്ഞ ചെറിയ ഒരെണ്ണത്തെ മുക്കി പിടിച്ചോണ്ടിരിക്കുന്നു. എന്താ കഥ ഇത് കണ്ടോ നമ്മുടെ ചങ്കൂട്ടി. ഞാൻ പറഞ്ഞു എന്താ അവിടെ കാണിക്കണം, ഇതുങ്ങളെ നോക്കാൻ ആരുമില്ലേ? ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ഒരൊറ്റ മനുഷ്യന്മാർ അതുങ്ങളെ കൺട്രോൾ ചെയ്യാനില്ല. ഞാൻ നോക്കുമ്പം തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ സൈഡിലാണ് ഈ പാറയമ്പാടം പള്ളി. ഞാൻ നോക്കുമ്പോൾ ഒരു ബസ് ഇങ്ങോട്ട് ഓടിയാൽ കുറേ എണ്ണം കൂടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു വണ്ടി അപ്പുറത്തേക്ക് പോയി അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് ഓടും. ഇത് കളി. ആ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള, വണ്ടി ചീറിപ്പാണ് റോഡ്. ഞാൻ പറഞ്ഞ ദൈവമേ, 5 ദിവസങ്ങളിൽ എത്ര എണ്ണത്തിന്റെ തല പോകുന്ന ആർക്കറിയാം? ഇവിടെ കിടന്ന് ഇതൊക്കെ നോക്കാൻ ആരുമില്ലേ? പകല് മുഴുവൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 5 ദിവസം ധ്യാനം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോരുമ്പോഴും ഒറ്റ ഒരെണ്ണം പോലും മരിച്ചിട്ടില്ല. എന്നാൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത സംഭവം ഉണ്ടായി. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങി പാലക്കാട് എത്തിയപ്പോൾ പത്രത്തിൽ വാർത്ത. എന്താ വാർത്ത എന്നറിയോ? നമ്മുടെ അമ്മാളും അമ്മയുടെ പൊന്നോമനക്കുട്ടി മരിച്ചുപോയി എന്നാണ് വാർത്ത. ഞാനത് ഓർത്തിരിക്കാൻ കാരണമുണ്ട്. അമ്മാളും അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അമ്മാളും അമ്മയും നല്ല പേര് വേറെ ആരുടെ പേരാണ്, ഞാൻ എൻ്റെ ഒരു പേരം കിട്ടുന്നുള്ളൂ. ആ അമ്മാളും അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അവസാനം വാർദ്ധക്യത്തിന് മുമ്പ് 1 ലക്ഷക്കണക്കിന് രൂപ മുടക്കി എങ്ങനെയൊക്കെ ഓരോ കൃത്രിമ കുട്ടീനെ സംഘടിപ്പിച്ച് ആ കുട്ടീനെ അങ്ങനെ പൊന്നോമന പോലെ ഇടം വലം ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിണ്ടാക്കിയ കുട്ടിയാണ്. അപ്പോൾ അത് നോക്കാതിരിക്കുക. അപ്പോൾ അതിന് ശരിക്കും അങ്ങനെ നോക്കി കണ്ണിലുണ്ണി പോലെ നോക്കിക്കൊണ്ട് വരുന്ന കാലമാണ്. അപ്പം എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി അമ്മാളും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. തിരിച്ചു വന്ന് നോക്കുമ്പം ഇതാ കുട്ടി ബക്കറ്റിൽ മരിച്ചു കിടക്കണം. കുട്ടി ബക്കറ്റിൽ മരിച്ചു കിടക്കുക. ബക്കറ്റിൽ ലേശം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കയറി മരിച്ചു കിടക്കുക. അപ്പോൾ പത്രക്കാരുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ടെസ്റ്റ് ട്യൂബ് ജനിച്ചു, ബക്കറ്റിൽ മരിച്ചു. ഇതാണ് നമ്മൾ നോക്കിയാൽ നമ്മുടെ നോട്ടം എത്രയുണ്ട്? ഈ റെയിൽവേ സ്റ്റേഷനിലും ഈ എത്രയോ ആളുകൾ ആരും പോലും നോക്കാനില്ലാതെ ഒരൊറ്റ മരിക്കുന്നില്ല. എന്നാൽ അമ്മാളും അമ്മ കണ്ണിലുണ്ണി പോലെ ഒരു സ്വർണ്ണക്കൂടുണ്ടാക്കി അതിനകത്ത് 24 മണിക്കൂർ നോക്കി വളർത്തി. അങ്ങോട്ട് ഈ ബക്കറ്റ് വെള്ളം വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അതിനകത്ത് മരിച്ചു കിടക്കുക. ഇതാണ് മനുഷ്യന്റെ നോട്ടം നമ്മുടെ നോട്ടം തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തിന്റെ നോട്ടം തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ നോക്കി എന്തിയേറെ നോക്കും? ഞാനാണ് നോക്കണതും വളർത്തുന്നതും. മനുഷ്യനുള്ള ഡ്യൂട്ടി ദൈവം തരുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം തരുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഡ്യൂട്ടി. നോക്കുന്നതും വളർത്തുന്നതും ദൈവമാണ്. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ഈ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ കൂടി വെട്ടിക്കുറയ്ക്കണം? എന്തിനു വേണ്ടിയിട്ടാ? ഉള്ള കുട്ടികൾക്ക് നല്ല ആരോഗ്യവും നല്ല വണ്ണവും നല്ല പൊക്കവും നല്ല പഠിപ്പും നല്ല ജോലിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? നല്ല വീടും അല്ലേ, നല്ല സന്തോഷവും. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, പണ്ടാണോ ഇപ്പോഴാണോ മനുഷ്യന് ആരോഗ്യം കൂടുതൽ? പറ. പണ്ടത്തെ ആരോഗ്യം ഇപ്പോഴത്തെ ആരോഗ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യത്തിന് സ്ഥിതി എന്താ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ആരോഗ്യത്തിന് സ്ഥിതി ഇതാണ്. ഇതാ നല്ല തടിമാടനായ നല്ല ഉദ്ദണ്ഡനായ ഒരു മനുഷ്യൻ അട്ടപ്പാടിയിലെ ഇടവകയിലെ കൈക്കാരനാണ്. പെട്ടെന്ന് ഒരു ചെറിയ പനിയോ ഒരു വിറച്ചിലോ എന്തോ ഒരു ചെറിയൊരു കുളിര്. അപ്പൊ പറഞ്ഞു, ഇപ്പോഴത്തെ കാലം അല്ലേ, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഇതാ ഇവിടെ ഈ പ്രദേശത്ത് ഉള്ള ഏറ്റവും ഫേമസ് ആയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഉടനെ ഡോക്ടർമാർ അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, എല്ലാ മെഷീൻ ഓണാക്കി, സ്കാനിങ് ഓണാക്കി, എക്സ്റേ ഓണാക്കി, എല്ലാം ഓണാക്കി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ട് വൈകുന്നേരം ആയപ്പം ശവശരീരം പുറത്തേക്ക് വെറുതെ ഒരു ചൂടുപനിയായിട്ട് പോയതാണ്. വൈകുന്നേരം ആയപ്പോൾ ആള് മരിച്ച് ഡെഡ് ബോഡി ആയിട്ട് ഇടവേലയ്ക്ക് കൊടുത്തു. 45-42 വയസ്സുള്ളൂ. വയസ്സായിട്ട് മരിച്ചാന്ന് വിചാരിക്കണ്ട, ഒരു കേടും ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർക്ക് അറിയാൻ പാടില്ല എന്താണ് ഇയാൾക്ക് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഡോക്ടർമാർ പറയണം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ആള് മരിച്ചു. അവര് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ആള് മരിച്ച് എന്താന്ന് അറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ
ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എന്നാൽ പണ്ടത്തെ ആരോഗ്യത്തെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറുപ്പകാലം, അന്ന് ഞങ്ങൾ മണ്ണാർക്കാട് പ്രദേശത്താണ് താമസിക്കുന്നത്. മണ്ണാർക്കാട് നിന്ന് ഒരു 1.5 മണിക്കൂർ നടന്നാലാണ് ഞാൻ താമസിക്കുന്ന കുഗ്രാമത്തിൽ എത്തുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അന്ന് റോഡില്ല, കറണ്ടില്ല, ഫോണില്ല, വണ്ടികളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടന്നു പോകണം. ഇനി നടക്കാൻ പറ്റാത്ത ആണെങ്കിൽ തലേ ചുവന്നുകൊണ്ട് പോകണം. അതുപോലെ കുഗ്രാമത്തിൽ 70കളിലാണ് ഞങ്ങൾ മണ്ണാർക്കാട് പ്രദേശത്ത് വന്ന് സ്ഥലം വാങ്ങി താമസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വന്നാൽ തലേ ചുവന്നുകൊണ്ട് പോകണം. അങ്ങനെ നടക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ, അല്ലെങ്കിൽ ഒരുവിധ ആളുകളൊക്കെ നടന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എനിക്കൊരു പനി അങ്ങോട്ട്, പനിയല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഛർദിയും പനിയും എല്ലാം കൂടി ഒരു രോഗം. നടക്കാനൊക്കെ പറ്റും, എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ പനിയും ഛർദിയൊക്കെയാണ്. അപ്പോൾ എന്നോട് വീട്ടിലുള്ളവർ പറഞ്ഞു, ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ എല്ലാ ആളുകളും പോണത് മണ്ണാർക്കാടേക്കാണ്. വേറെ വഴി തെറ്റിപ്പോൾ വഴിയൊന്നുമില്ല, ഒറ്റ റൂട്ടുകൾ മണ്ണാർക്കാടേക്ക്. എല്ലാവരും നടന്നാണ് പോണത്. ഇറങ്ങിയ പിന്നെ ആളുകളുടെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ണാർക്കാട് എത്തും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ പോയാൽ മതി. മണ്ണാർക്കാട് ചെല്ലുമ്പോൾ താലൂക്ക് ആശുപത്രി, അവിടെ ഗവൺമെൻറ് ആശുപത്രി ഒരെണ്ണമുണ്ട്, അത് മാത്രമേ നമ്മുടെ ഉള്ളൂ. പിന്നെ 1-2 പ്രൈവറ്റ് ഉണ്ട്, അതാരും ആ കാലത്ത് പോകാറില്ല. ഈ ഗവൺമെൻറ് ആശുപത്രിയാണ് എല്ലാവരും പോണത്. അപ്പോൾ അവിടെ ചെന്നാൽ മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ട്, ഞാനും പോയപ്പോൾ ഒരു നല്ല സംഖ്യ ആളുകൾ ആശുപത്രിയിലാണ്. ഞാനും അവരുടെ കൂട്ടത്തിൽ ചെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആശുപത്രിയിലെത്തി. ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർ എന്നെ നോക്കി, മൊത്തം ഷർട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു യന്ത്രമല്ലേ അത് വെച്ച് ഇങ്ങനെ നോക്കി പുറത്ത് തിരിയാൻ പറഞ്ഞ് പുറത്ത് തിരിഞ്ഞു. അവിടെ ഇങ്ങനെ 2 വെച്ചു. 2 മിനിറ്റ് കഷ്ടിച്ച് ഉടനെ ഒരു കുറിപ്പെഴുതി എഴുതി. അത് അവർ കമ്പൗണ്ടറെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കമ്പൗണ്ടറെ കൊടുത്തപ്പോൾ കമ്പൗണ്ടർ ചോദിച്ചു, കുപ്പി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുപ്പിയൊന്നും ഇല്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല ആശുപത്രി പോണത്, കുപ്പിയൊന്നും കൊടുന്നില്ല. ഒരു കുപ്പി കൊടുന്നാൽ ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു കടക്കാരൻ പറഞ്ഞു കുപ്പി തരാൻ പറഞ്ഞു. അപ്പോൾ സർവത്ത് കുപ്പി ഉറപ്പുണ്ടായിരുന്നു. അയാളത് കഴുകി വെടിപ്പാക്കി. പണ്ടത്തെ ആളുകൾ നല്ല ആളുകൾ, അവർ നമുക്ക് വേണ്ടി എന്ത് സർവീസും ചെയ്യായിരുന്നു. അപ്പോൾ അയാളുടെ ഒരു സർവത്ത് കുപ്പി ഒരെണ്ണെടുത്ത് കഴുകി വെടിപ്പാക്കി, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞ് തന്നു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. കമ്പൗണ്ടറിനെ നോക്കി, കമ്പൗണ്ടറിൻ്റെ കുറിപ്പ് വാങ്ങി ഉള്ളിലേക്ക് പോയി. ഞാൻ ഈ കുപ്പി അടിയാൾ എങ്ങോട്ട് പോകണേ ഞാൻ നോക്കിയപ്പോൾ ഉള്ളിൽ ചെന്നപ്പം അവിടെ 3 വലിയ കുപ്പികൾ ഇരിപ്പുണ്ട്. ഒരെണ്ണത്തിനകത്തൊരു മഞ്ഞ വെള്ളം, ഒരെണ്ണത്തിനകത്തൊരു ചുവന്ന വെള്ളം, പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളമുള്ള, അങ്ങനെ 3 എണ്ണം ഇരിക്കുന്നു. ഇയാൾ അതിനകത്ത് കൂടെ പറഞ്ഞു, ഒരു വലിയ കപ്പുണ്ട്, അത് കപ്പെടുത്ത് നാച്ചി, എന്നിട്ട് 2 കപ്പ് കോരി ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊണ്ട് കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കിട്ടിയപ്പോൾ തന്നെ അവിടെ തന്നെ ഉച്ചയ്ക്ക് 3 നേരമുണ്ട്, ഒരു നേരത്തെ അവിടെ തന്നെ കുടിക്കണം. ഞാൻ കുടിച്ചു, അയ്യോ ഒരു പ്രത്യേക ചവ. എന്തായാലും ശരി, എൻ്റെ സഹോദരന്മാരെ, 3 നേരം കുടിച്ചു. പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അന്ന് 24 മണിക്കൂറിന് രോഗം വിട്ടു പോയി. പിറ്റേ ദിവസം തുള്ളിച്ചാടി ഞാൻ സ്കൂളിലേക്ക് പോയി. എൻ്റെ ഛർദിയും പോയി, പനിയും പോയി, കുളിരും പോയി, എല്ലാം പോയി. പിറ്റേ ദിവസം തുള്ളിച്ചാടി ഞാൻ സ്കൂളിലേക്ക് പോയി. പിന്നെ 2 വർഷത്തേക്ക് എനിക്ക് രോഗം വന്നിട്ടില്ല. പിന്നെ 7ാം ക്ലാസ്സിലെ 7 8 പഠിക്കുമ്പോഴാണ് പിന്നെ ഒരു രോഗം വരണത്. അന്ന് തലകറക്കാണ്. തലകറക്കം ഒരു പ്രത്യേക മന്നിപ്പ്, എല്ലാം കൂടി ഒരു പ്രത്യേക അവസ്ഥ. അപ്പോഴും ഈ താലൂക്ക് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ചെന്നു. അവിടെ ഡോക്ടറുണ്ട്. ഇന്നാണ് ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം കൂടി വന്നിരിക്കുന്നത്. അന്നെല്ലാം കൂടി ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു, ശരി ഇങ്ങോട്ട് നോക്കി തലയിൽന്ന് പിടിച്ചു. അത്രേ ഉള്ളൂ. 2 മിനിറ്റ് കുറിപ്പ് എഴുതി തന്നു. ആ കുറിപ്പും കൊണ്ട് ചെന്നു കമ്പൗണ്ടറിൽ കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ കുപ്പി കരുതിയിട്ടുണ്ട്. കമ്പൗണ്ടർ കുപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുപ്പി മേടിച്ചോണ്ട് പോയി. ഞാൻ നോക്കുമ്പം പഴയ കുപ്പിയിൽ നിന്ന് തന്നെ പുള്ളി ആറ്റി ഇത് 2 കപ്പ് ഒഴിച്ച് തന്നു. എന്തായാലും ശരി, അത് കുടിച്ചു. 12 മണിക്കൂർ, ഒരു 3 നേരം കുടിക്കേണ്ടി വന്നില്ല. രോഗം പോയി. ഞാൻ തുള്ളിച്ചാട്ടി സ്കൂളിലേക്ക് പോയി. പിന്നെ എനിക്ക് 2 വർഷത്തിന് രോഗം വന്നിട്ടില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് പിന്നെ രോഗം വരണത്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് വരണമെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന് ഒരു മങ്ങൽ. 10ാം ക്ലാസ് SLC പരീക്ഷയുടെ സമയമാണ്. പഠിച്ച് അതിലങ്ങോട്ട് പൂണ്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാട് ഒരു ഇതായിപ്പോയി. കണ്ണൊക്കെ അങ്ങോട്ട് ഇതായി. അപ്പോൾ ഞാൻ കണ്ണുവേദന ഒരു ഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ ഡോക്ടർ അവിടെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി ചെന്നു. 2 മിനിറ്റ് കുറിപ്പ് എഴുതി കൊണ്ടുപോയി. കമ്പൗണ്ടർ ചോദിച്ചു, കുപ്പിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊടുത്തു. ഇതാ പഴയ വെള്ളത്തിൽ കൂടി തന്നെ. എന്താ ചെയ്യ, ഞാനത് കുടിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ദിവസം പോലും ആ ആശുപത്രി പോയ ഒരു ദിവസം അല്ലാതെ പിന്നെ ഒരു ദിവസം സ്കൂൾ മുടങ്ങാൻ ദൈവം ഇടവരുത്തിയില്ല. പിറ്റേ ദിവസം തന്നെ ക്ലിയർ പോയി. നന്നായിട്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതി. SLC ഒക്കെ നന്നായിട്ട് എഴുതി. സ്കൂൾ ഫസ്റ്റോടെ പാസ്സായി. ഹല്ലേലൂയ. ഇന്നത്തെ സ്ഥിതി, അന്നും വെറുതെ ഡോക്ടർമാർക്ക് കണ്ട മെഷീനോ ഈ കണ്ട സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഈ സ്പെഷ്യാലിറ്റിയൊക്കെ എന്നാ വന്നത്?
ഈ കണ്ട റോഡോ വണ്ടികളോ ഫോണോ മൊബൈലോ ഒന്നുമില്ല. നടന്ന് പോകണം 1.5 മണിക്കൂർ. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഡോക്ടർമാർക്കും അവർക്ക് 2 മിനിറ്റ് മതിയായിരുന്നു. തിരിച്ചെങ്ങനെ നോക്കി കണ്ണൊക്കെ പിടിച്ച് ഇത്രേ ഉള്ളൂ, കുറിച്ചു, കൃത്യമരുന്നായിരിക്കും. രോഗം മാറിയിരുന്നു. ഡോക്ടർമാർക്ക് രോഗം മനസ്സിലായിരുന്നു, രോഗം മാറിയിരുന്നു, മെഡിസിൻ ഫലിച്ചിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി കഴിയുമ്പോൾ പറയാണ് ആള് മരിച്ചു, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. പ്രിയപ്പെട്ട സഹോദരൻ പറ, പണ്ടാണ് ഇപ്പോഴാണ് മനുഷ്യന് ആരോഗ്യം കൂടുതൽ. ഇന്ന് ഈ റോഡുണ്ടായി, മൊബൈലുണ്ടായി, കറണ്ട് ഉണ്ടായി, വണ്ടി ഉണ്ടായി, എല്ലാം ഉണ്ടായി കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുകളെല്ലാം കുന്നുകൂടി കഴിഞ്ഞപ്പോൾ ഇപ്പം മനുഷ്യന്റെ ആരോഗ്യം മുമ്പന്നത്തേക്കാൾ അധികമായി കുത്തനെ അത് പ്രതികൂലം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വല്ലയിടത്തൊക്കെ ഓരോന്നാ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ ഇപ്പൊ നിരപ്പയായി. ഇനി എവിടെ ഇല്ലെന്ന് ആർക്കും ഇല്ലാത്തതെന്ന് ഇനി നോക്കിയാൽ മതി. അതുപോലെ ആയില്ല രോഗങ്ങള്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഈ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ അങ്ങോട്ട് കുറച്ചപ്പോ ആരോഗ്യം അങ്ങോട്ട് കൂടി. എല്ലാം നല്ല ആരോഗ്യസ്വാമിമാരായെന്ന് വിചാരിക്കണ്ട. ആരോഗ്യം നശിച്ച ജനത, ഈ തലമുറകൾ ലോകത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാലാവസ്ഥ മാറിയാൽ മതി, നരപ്പ്, പകർച്ചവ്യാധികളും അല്ലാത്ത വ്യാധികളും എല്ലാം കൂടെ കൂടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി മാനസികാരോഗ്യം പണ്ടാണ് ഇപ്പോഴാണ് കൂടുതൽ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്നത്തെ മാനസികാരോഗ്യത്തെ സ്ഥിതി ഞാൻ പറഞ്ഞു തരാം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരു VIP കുടുംബം അവിടെ വന്നു. ഇവിടത്തെ ഉള്ള കേരളത്തിലൊരു അച്ഛൻ്റെ കുടുംബമാണ്. അച്ഛനും എൻ്റെ കൂട്ടത്തിലുണ്ട്, കേരളത്തിലെ അച്ഛനും എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുടുംബം അവിടെ വന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് അവരെ ക്ഷണിച്ചു. അങ്ങനെ ആ കുടുംബത്തിലെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. ഈ അച്ഛൻ്റെ പെങ്ങളും ഉണ്ട്, പിന്നെ 2 കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി +2, ഇവിടുത്തെ പ്രീ-ഡിഗ്രി +2 പഠിക്കുന്ന പ്രായം. ഇളയ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അത്രേ ഉള്ളൂ. അങ്ങനെ അവർ വന്ന്, അപ്പം അമ്മ അവിടെ ഇരുന്നു, അച്ഛൻ ഇവിടെ ഇരുന്നു, ഞാനിവിടെ ഇരുന്നു. എൻ്റെ നേരെ ഫ്രണ്ടിൽ അവരെ 2 മക്കളിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഉണങ്ങിയ റൊട്ടിക്കകത്ത് എന്തോ ഒരു സാധനം വെച്ചിട്ട്, ചുവയില്ലാത്ത സാധനം വെച്ചുള്ള ഒരു സംഭവമാണത്. എന്താ സാൻഡ്വിച്ചോ എന്തായാലും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂത്ത കുട്ടി +2 പഠിക്കുന്ന അവിടുത്തെ ആ തലത്തിലുള്ള അത്രയും ആ മൂത്ത കുട്ടിക്ക് ഒരു തുമ്മൽ വന്നു. അപ്പോൾ തുമ്മൽ വന്നാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തുമ്മാനൊന്നും അവിടെ അനുവാദമില്ല. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ വെച്ചിട്ട് അപ്പോൾ അവർ ഉടനെ ഈ ടിഷ്യൂ പേപ്പർ എന്ന സാധനം എടുത്തു. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരുപാട് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കണം, ഇങ്ങനെ ഒരു സൈഡ് മറയ്ക്കണം, പിന്നെ ടിഷ്യൂ പേപ്പർ പിടിക്കണം, ഇതെല്ലാം പിടിച്ചിട്ട് എന്ന് പറഞ്ഞൊരു തുമ്മലങ്ങടെ തുമ്മി. പല സ്റ്റെപ്പുകൾ വെച്ചാലും ഒരു തുമ്മൽ അവിടെ ചെയ്യാൻ അനുവാദം. അപ്പോൾ അങ്ങനെ ഇവനും തുമ്മി തീർന്നതും ഇളയത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുറത്തിരിക്കുകയാണ്. അവൻ അവിടെ കടന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്തായാലും മലയാളത്തിലായിരുന്നില്ല, ദൈവാനുഗ്രഹം. നല്ല സുസ്തെറികൾ തന്നെ. ഇത് കേട്ട ഉടനെ അമ്മയുടെ മുഖം വളർന്നത് ഞാൻ കണ്ടു, മൂത്ത ചേട്ടൻ്റെ മുഖം വളർന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ മുഖം വളറിയില്ല, കാരണം ഞങ്ങൾ സ്വിസ് ഭാഷ അറിയാത്തത് കൊണ്ട്, ഞങ്ങൾ ഒന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ക്യാ ഹുവാ എന്ന് ചോദിച്ചു നിൽക്കുകയാണ്. ഉടനെ ഈ അമ്മ പറയുന്നുണ്ട്, മോനെ നീ എന്തത്ര ദേഷ്യപ്പെടുന്നത്? നിന്റെ ചേട്ടനല്ലേ, നിങ്ങൾ ഏകോദര സഹോദരന്മാരല്ലേ? ഇവൻ എന്ത് ഏകോദര ഇരിക്കുന്നു, ഇവൻ പിന്നെ നല്ല പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ലേ? ഇവന് ഗർഭപാത്രം വെച്ചിട്ടുണ്ടോ? ഇവൻ കടന്ന് അപ്പനോട് ചേട്ടനോട് കണ്ടമാനം ഷൗട്ട് ചെയ്യാം. ആ ചേട്ടന്റെ മുഖമെല്ലാം വിളറിയിട്ട് നാശമായി കളഞ്ഞു. അത് തുമ്മൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ഒരു ചേട്ടനൊന്ന് തുമ്മിയപ്പോൾ ഇവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഡിസ്റ്റർബൻസ് ആയെന്ന് പറയണത്. ഭക്ഷണം കഴിക്കുന്നത് ഡിസ്റ്റർബൻസ് ആയെന്ന് പറയണത്. മാനസികാരോഗ്യം വർദ്ധിച്ച് അങ്ങനെയായി. നമ്മുടെ കുടുംബത്തിൽ എന്താ സ്ഥിതി? എടുത്തിട്ട് ഇടിച്ചാലും എടുത്തിട്ട് തൊഴിച്ചാലും ശരി, പിന്നെ അവർ ഒറ്റ കൂട്ടുകെട്ടാണ്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. ശരിയല്ലേ? അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വലിയ മൈക്ക് വെച്ചിട്ട് നേരം വെളുക്കണ വരെ ബാങ്ക് വിളിച്ചാലും ശരി, മതപ്രസംഗം നടത്തിയാലും ശരി, നമുക്ക് വിഷയമില്ല. നമ്മൾ കടന്നുറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകും. നമ്മൾ വലിയ കംപ്ലൈൻറ്റിൻ്റെ കാര്യത്തിനൊന്നും നിൽക്കൊന്നുമില്ല. കാരണം എന്താ? മാനസികാരോഗ്യമുണ്ട്. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ സ്ഥിതി എന്താണെന്നറിയോ? സ്വിറ്റ്സർലൻഡിൽ ആ ധ്യാനം നടത്തിയപ്പോൾ സംഘാടകർ എന്ന് പറഞ്ഞ, അച്ഛാ വെളുപ്പിനെ 5:30 എഴുന്നേക്കണമെന്ന് പറയരുത്, 6 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതിയാവും. എന്താന്ന് ചോദിച്ചു വിഷയം. ആളുകൾ നേരത്തെ 5 മണിക്കോ അങ്ങനെ എഴുന്നേറ്റ് ടാപ്പ് ഓൺ ചെയ്ത് ബക്കറ്റിലേക്ക് വെള്ളം വീണ സ്വരം അടുത്ത വീട്ടിലുള്ളവർ കേട്ടാൽ കംപ്ലൈൻറ്റ് ചെയ്താൽ പോലീസ് വരുന്നു.
മാനസികാരോഗ്യം അങ്ങനെയായി. ഇപ്പം അടുത്തൊരു വീട്ടിൽ ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന സ്വരം കേൾക്കുന്നത് ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പം ഗ്രാൻഡ് ഡിസ്റ്റർബൻസ്. കുട്ടികളുടെ എണ്ണം കുറച്ച് സ്വാർത്ഥമാര്, സ്വാർത്ഥത മുറ്റിയ മൂർത്തികൾ, മൂർത്തികൾ ഉയർന്നുയർന്ന് ഇങ്ങനെയായി സ്ഥിതി. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മീയ ആരോഗ്യ പണ്ടാണ് ഇപ്പോഴാണ് കൂടുതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുട്ടികളുടെ എണ്ണാണ്ട് കുറച്ചിട്ട് നല്ലൊരു വീടുണ്ടാക്കിയിട്ട് നല്ലൊരു റോഡും ഉണ്ടാക്കി നല്ലൊരു കമ്പ്യൂട്ടർ വാങ്ങി നല്ല ഫുഡ്, ചിക്കനും പിന്നെന്താണ് പന്നിയും താറാവും ഡക്കും ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടി അങ്ങ് കൊടുത്തെന്ന് വിചാരിച്ച് ഇതുങ്ങളെല്ലാം നല്ല ടിപ് ടോപ്പാന്ന് വിചാരിക്കണ്ട. മാനസികാരോഗ്യം പോലെ തന്നെ ആത്മീയ ആരോഗ്യവും മുമ്പ് അന്നത്തേക്കാൾ അധികമായി ഇന്ന് മനുഷ്യന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രദേശത്ത് അച്ഛൻ ശുശ്രൂഷയ്ക്ക് എന്നപ്പം നല്ലൊരപ്പൻ നല്ലൊരമ്മ ഇത് രണ്ടും കൂടെ ഒരു കുട്ടീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ കൂടി വന്ന 5ാം ക്ലാസ്സിൽ ഒരു പിർണീസ്, ഒരു ഇത്രയും വലുപ്പം, ഒരു 10 മുളകിനേക്കാൾ ഇത്തിരി കൂടെ വലുപ്പം കൂടുതലുണ്ട്. ഞാൻ ചോദിച്ചു, ഇവൻ നല്ലൊരു കുട്ടിയാണല്ലോ, ഇവനോട് എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ പറയണം, അച്ഛാ ഇവനെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത അച്ഛാ, ഞങ്ങൾക്ക് വലിയ നാണക്കേടാ അച്ഛാ, അച്ഛൻ പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലേ, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ വിഷയം ഇതാണ്, ഇവനൊരു പ്രത്യേക രോഗം. ആ രോഗം ഇതാണ്, അവന്റെ സ്കൂളിൽ നിന്ന് അവനെ ഡിസ്മിസ് ചെയ്യാൻ കാരണം ഇതാണ്, ഇവൻ ആരെ കണ്ടാലും ഇവൻ ഒരു ഒറ്റ റിക്വസ്റ്റ് അവനുള്ളൂ, ഈ എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യോ. ആദ്യമൊക്കെ ടീച്ചർമാരും അല്ലെങ്കിൽ അവിടെയുള്ളവർ ഇവനെ കൺട്രോൾ ചെയ്തു. ഇവൻ കൂട്ടുകാരോട് പറയണത് ഇവൻ ഇങ്ങനത്തെ ഓരോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളിൽ ഇതിനേക്കാൾ വലിയ ഡിസ്റ്റർബൻസ് ചെയ്യാനുണ്ടോ? ടീച്ചർമാർ കുറെ നിയന്ത്രിക്കാൻ നോക്കി, സ്കൂൾ മൊത്തം വിഷയമായി. ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും എല്ലാവരും അറിഞ്ഞു, എല്ലാവരും വിളിച്ച് താക്കീത് ചെയ്തു. നിയന്ത്രിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാരെ വിളിച്ച് താക്കീത് ചെയ്തു. അവസാനം അവർ ഒരു നല്ല ടൈമിൽ സ്കൂളിൽ നിന്ന് പതുക്കെ ഡിസ്മിസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ ആ കുട്ടീനെ നോക്കി, ഇവൻ പറയാണ് എനിക്കിതല്ലാതെ വേറെ തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ദയനീയമായ ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. അത്രയും ദയനീയമായ സ്ഥിതിയാണ്. അവൻ മനഃപൂർവ്വം പറയണമെന്നല്ല, അവൻ്റെ സ്ഥിതി അതാണ്, അവൻ്റെ സ്ഥിതിയാണത്. അവൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവന് ഒരു കുട്ടീനെ കണ്ട, ഒരു ആൺകുട്ടീനെ കണ്ടാൽ അവനോട് പറയും എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരുമെന്ന്. പെൺകുട്ടികളോട് പറഞ്ഞിട്ടില്ലെന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും ആൺകുട്ടികളോട് അവൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി. അന്ന് രാത്രി ആ കുട്ടിയുടെ മുഖം, ആ ദയനീയമായ കണ്ണുകൾ, ആ കുട്ടി 5ാം ക്ലാസ്സിൽ ചെറുത്. ഞാൻ ദൈവമേ എന്താ ഇങ്ങനെയൊക്കെ. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, പണ്ടും മനുഷ്യർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ചില ചിന്തകളൊക്കെ വന്നങ്ങനെ പോകും. അത് വലിയ ആളുകൾ ചെറിയ ആളുകൾ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ വന്നങ്ങനെ പോയിരുന്നു. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സായതുകൊണ്ട് അതൊന്നും ഏശിയിരുന്നില്ല. ഒരു കാറ്റ് വന്നു പോകണം, നമ്മളൊരു വിഷയാക്കണുണ്ടാവും. ഇപ്പോൾ നമ്മൾ നടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാറ്റുകൾ വരുന്നു പോകണം, നമ്മളത് വിഷയാക്കുന്നില്ല. അതങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിന് മുമ്പോട്ട് പോകണോ. മാനസികാരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാനസികാരോഗ്യം തകർന്ന് തരിപ്പണായപ്പോൾ ഇപ്പോൾ ഈ ചെതുക്ക് മരത്തെ കിളിർത്ത കൂണ് പോലെയാണ് പലരുടെയും സ്ഥിതി. ഒരു ചെറിയ ചിന്ത വരുമ്പോൾ അതിനെ എതിരിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം മനസ്സിൽ ആരോഗ്യം തകർന്നു. ഹല്ലേലൂയ. ആത്മീയത തകർന്നു. ആത്മീയത തകർന്ന ഒരു സമൂഹം, ആത്മീയത തകർന്ന ഒരു തലമുറ. അതിന് ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി കരുക്കൾ നീക്കിയ വളരെ കിരാതന്മാരായ മാതാപിതാക്കന്മാർ ലോകത്തിലുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതായത് ഞാൻ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും 1ാം സ്ഥാനം വാങ്ങി പാസ്സാവും. സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ എനിക്കങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെല്ലാം അതുപോലെയാണ്. എനിക്ക് 50-ൽ 49 മാർക്കാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ 50-ൽ 48, 47 അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തടുത്ത് ഫസ്റ്റ് ബെഞ്ചിലുണ്ടാവും. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ബെഞ്ചിൽ അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിൽ ഫസ്റ്റ് ഇതാണ് എൻ്റെ സ്ഥാനം. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് 49 മാർക്കാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവന് 48 മാർക്ക്. അവൻ എൻ്റെ തൊട്ടടുത്തിരിക്കും. അവൻ്റെ പേര് വിജയൻ എന്നാണ്. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിജയൻ എന്നോട് പറഞ്ഞു, സേവിയറെ നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ കാണുന്ന എന്താണെന്നറിയോ? ദൈവമേ,
ഞാൻ ഇതുവരെയും കാണാത്ത പല പല ആകാശങ്ങളും ഭൂമികളും എല്ലാം കൂടെ കൂടി അതിനകത്തിരിക്കുക. ഞാൻ ചോദിച്ചു, വിജയ ഇതെന്താ ഈ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയണത്, സേവ്യറെ ഇതാണ് ലോകം, നമ്മൾ വല്ല അറിയണുണ്ടോ? നമ്മൾ നന്നായി പഠിക്കുന്ന കുട്ടികളായി വിഷയം മാത്രം പഠിച്ച് ഫ്രണ്ടിലെ ബെഞ്ചിരിക്കുക, ആ പുറകിലേക്ക് ബെഞ്ചിലേക്ക് നോക്കി അവന്മാരെല്ലാം ഇതാ നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ കുറെ നഗ്ന ചിത്രങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. നഗ്ന ചിത്രങ്ങളോ എന്തൊക്കെ പേക്കോ എന്നുള്ള ചിത്രങ്ങളൊക്കെ ഉള്ള കുറെ ഒരു ചിത്രങ്ങളുള്ളൊരു പുസ്തകം. ഞാൻ പറഞ്ഞു, വിജയ ഇതെന്താ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വിജയ. അപ്പോൾ ഉടനെ വിജയം പറഞ്ഞു, എൻ്റെ സേവ്യറെ നീ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരെണ്ണം നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കും. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ് കേട്ടോ. അവനെ ഇപ്പോഴും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്, അന്നും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ. ഇന്ന് അദ്ദേഹം ISRO സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല കുട്ടി, നല്ല തെളിഞ്ഞ സ്വഭാവം. അപ്പോൾ അവൻ എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് വിദഗ്ധമായി എല്ലാവരുടെ കണ്ണിൽ നിന്ന് മറച്ച് ആരും കാണാതെ പരമ രഹസ്യമായിട്ട് ഇത് എൻ്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ പോണത്. അന്ന് നിങ്ങൾ ഓർക്കണ്ടോ, ഒരു 80-കൾ 75 80 ആ കാലഘട്ടത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ കയ്യിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു കാലം. റബ്ബർ ബാൻഡ് ഇട്ട് അതിന് മുകളിൽ ചോറ്റുപാത്രമൊക്കെ വെച്ച് കുറേ പുസ്തകങ്ങൾ. ഞാൻ പറഞ്ഞു, ഈ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് വെച്ചോ, ആരും കാണണ്ടെന്ന് പറഞ്ഞു. വിജയൻ വളരെ മിടുക്കനായ വിജയനാണ്. അവൻ വളരെ വിദഗ്ധമായി ആരും കാണാതെ പുസ്തകം വെച്ച് ഓപ്പറേഷൻ പൂർത്തിയാക്കി. അന്ന് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ എവിടെയും തങ്ങാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലെ ഓർഡർ അനുസരിച്ച് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് ഉടനെ പശുവിന് പുല്ലിയെത്തണം, പിണ്ണാക്ക് വാങ്ങണം, പറമ്പിൽ പണിയണം, ഇഞ്ചിക്ക് ചവറ് വെക്കണം. ഒരു 6-6:30 വരെ ചത്ത് പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഓടി വന്ന് കുളിച്ച് റെഡിയായി 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം. അപ്പോൾ ശരിക്കും സന്ധ്യാപ്രാർത്ഥന നന്നായിട്ട് ചൊല്ലി കഴിഞ്ഞാൽ 7:45 ഇത്രയും നീളം അതെല്ലാം കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് 10 മിനിറ്റൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടമുള്ള ഹോംവർക്കൊക്കെ ചെയ്യാം, സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാം. ബാക്കി എത്ര 12 മണി വരെ 2 മണി വരെ വെളുപ്പിനെ വരെ ഇരുന്നാലും ആർക്കും തടസ്സമില്ല. രാത്രി എത്ര വേണമെങ്കിലും നമുക്കിരുന്ന് പഠിക്കാം. നേരം വെളുത്താൽ വീണ്ടും പശുവിനെ പുല്ലിയെത്തണം, പാല് കൊണ്ട് കൊടുക്കണം, പറമ്പിലെ ചാണകം വാരണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. 8-8:30 വരെ ചെയ്ത് ഓടി വന്ന് കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് ഓടിപ്പോകണം. 9 മണിക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഷെഡ്യൂൾ അനുസരിച്ച് അന്ന് ചെന്ന് പുസ്തകമൊക്കെ വെച്ച് ഭദ്രമായിട്ട് വെച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് വേഗം പോയി പശുവിനെത്തൽ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം അന്ന് ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഒരു പുസ്തകം മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഞാൻ സൂക്ഷിച്ച് നോക്കി, അയ്യോ, വിജയൻ വളരെ വിദഗ്ധമായി എൻ്റെ പുസ്തകക്കെട്ടിനുള്ളിൽ വെച്ച പുസ്തകം ഇതാ മേശപ്പുറത്ത് കിടക്കണം. അന്ന് ഫുൾ ബെഞ്ച് കൂടിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വിജിലൻസ് പിടികൂടി. ഈ വിജിലൻസും സ്ക്വാഡും CBI ഒക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ അതുണ്ടായിരുന്നു. ഞാനിത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന രാത്രിക്ക് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ വിശദമായിട്ട് സമയമെടുത്ത് ഇതെല്ലാം ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വിജിലൻസിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടത്. ഇതാര് കൊണ്ടുവന്നു എന്നായി. അവിടെ ഓർഡർ അവിടെ ചില വിസ്താരങ്ങൾ നടക്കുകയാണ്. ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കൊണ്ടുവന്നല്ല, എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ചോദിച്ചു, ഇതാർക്കും അറിയാൻ പാടില്ല ഈ പുസ്തകം എന്ന് ചോദിച്ചു. വളരെ ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു പുസ്തകം കണ്ടായിരുന്നു, ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് ഇവിടെ എങ്ങനെയാ, ഞാൻ വായിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അന്ന് രാത്രി വായിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ വിചാരണയിൽ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വായിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സിവിൽ കോടതിയൊക്കെ തോറ്റുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞങ്ങൾ 4-5 പേര് ഒന്നിച്ച സ്കൂളിലേക്ക് പോണത്. ഞാൻ 6ാമത്തെ ആളാണ്, എൻ്റെ മുകളിലുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനെ സ്കൂളിൽ ചെന്ന് പിറ്റേ ദിവസം ചെന്നു. ആ വിജയനെ വിളിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിജയനോട് പറഞ്ഞു, വിജയ, എൻ്റെ സ്നേഹിത പിടികൂടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ദയവ് ഇതിപ്പോൾ വന്നില്ലെങ്കിൽ നമ്മുടെ 2 പേരുടെ സ്ഥിതി മോശമാവും. നീ വന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് ഞാനും അവനും കൂടി ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർ അവനെന്ന് കണ്ണുരുട്ടി നോക്കി. അത് ശരി, നീയാണ് ഈ പണിയെല്ലാം ഒപ്പിക്കണല്ലേ എന്ന് ചോദിച്ചു.
എന്നിട്ട് 2 മിനിറ്റിലും ഇനി മേലിൽ ഈ പുസ്തകം ഇങ്ങനത്തെ വല്ല പുസ്തകം വന്നിട്ട് കണ്ണടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് 2 ഷൗട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് അവർ പോയി. കയ്യാങ്കളിയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ വാക്കുകൊണ്ട് 2 ശാസനമൊക്കെ കൊടുത്തിട്ട് അവർ പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഇന്ന് വരെ ഒരു ചീത്ത പുസ്തകം എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഒരു ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സൈറ്റുകളോ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരൊറ്റ പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരണില്ല. എന്താണെന്നറിയാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആ വിജയനാണ് ഇതിൻ്റെ കാരണമെങ്കിൽ വിജയൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി. പിന്നെ നമ്മൾ എത്രയോ കോളേജിലും അതേപോലെയൊക്കെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി. പിന്നീട് ഇന്ന് വരെ അശ്ലീലത്തോട് ബന്ധപ്പെട്ട ഒരു ചീത്ത പുസ്തകമോ കൂട്ടുകെട്ടോ ഇതൊന്നും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കണ ഇതാണ്, അന്ന് ആ ചേട്ടന്മാർ വന്ന് ശാസിച്ചപ്പോൾ ഒരു നാടൻ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുകയാണ്. ഇനി മേലിൽ കണ്ണടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിജയനോടല്ല പറഞ്ഞത്, പിശാചിനോടാണ് പറഞ്ഞത്. ആ പിശാച്, അശ്ലീലത്തിലേക്ക് വലിച്ചഴക്കണ പിശാച് പിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ പേടിയപ്പോൾ അതാ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ കൂടപ്പിറപ്പുകൾ ദൈവം ഉയർത്തിയ സംരക്ഷണ വേലിയാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ജനിപ്പിച്ച് ഒരു കുട്ടിയായിട്ട് അതിന് കമ്പ്യൂട്ടറും കൊടുത്ത് കുറച്ച് കാറ്റഗിസം പുസ്തകം, കുറച്ച് നല്ല പുസ്തകവും കുറച്ച് പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങി കുറേ ഫുഡ് കൊടുത്തിട്ട് മുറിയിലും കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയായെന്ന് വിചാരിക്കണ്ട. കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടണം. അപ്പനമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണത്? അപ്പനമ്മയ്ക്ക് എത്ര സംരക്ഷണം കൊടുക്കാൻ പറ്റും? ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പരിചയപ്പെട്ടു. അവൻ +2 പഠിക്കുന്ന കുട്ടിയാണ്. അവനെ വിളിച്ച് സംസാരിച്ച് അവൻ പറഞ്ഞിങ്ങനെയാണ്, അവൻ്റെ മുറിയിൽ ഇപ്പോൾ മിനിമം 150-ലധികം ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റുകൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കിട്ടാവുന്ന സൈറ്റിൽ നിന്നെല്ലാം അവൻ ഈ ബ്ലൂ ഫിലിമിൻ്റെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അവൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അട്ടപ്പാടിയിലുള്ള എല്ലാ ഹൈസ്കൂളിലും കൊണ്ടുപോയിട്ട് CD എടുത്ത് കോപ്പി എടുത്ത് അവൻ കൊടുക്കും. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യുന്ന ഒരു തിന്മയുടെ ഒരു ഏജന്റ് പോലെ അവൻ പ്രവർത്തിക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ 150 എണ്ണം നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്റെ അപ്പനും ഇത് അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയണത്, എൻ്റെ മുറിയിൽ കയറാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്തെങ്കിലും കാരണത്തിൽ അവർ കയറി അവരങ്ങ് ശരിയാക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ മുറി പേടിച്ചിട്ട് അപ്പനും അമ്മയും കയറില്ല. അവൻ്റെ മുറി സെപ്പറേറ്റ് മുറിയുണ്ട്, അതിൽ അപ്പനും അമ്മയും കയറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അല്ലെങ്കിൽ കയറിയാൽ അപ്പനും അമ്മയ്ക്ക് എന്ത് മനസ്സിലാവും? എന്നാൽ ഇവൻ്റെ 5-6 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും വീട്ടിൽ. ഇവന് 150 എണ്ണം എടുക്കണം. 1 എണ്ണം എടുക്കുമ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൂടി പൊതുവേദിയിൽ എത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകൾ ശക്തമായ ഒരു സംരക്ഷണമാണ്, പാപത്തിൽ വീഴാതിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ആദിർവാനിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും സ്കൂളിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും ഈ കൂടപ്പിറപ്പുകൾ കൂടെ ഉള്ളത് കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു തിന്മയ്ക്കും പോകാൻ പറ്റുമായിരുന്നില്ല. ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ കയറി അങ്ങനെ മോഷണം നടത്തുക, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാതെ സംരക്ഷിച്ചിരുന്ന ശക്തമായ സംരക്ഷണമായിരുന്നു കൂടപ്പിറപ്പുകൾ. ഈ കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണമാണ് ഇന്ന് നമ്മൾ വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടികളെല്ലാം നശിച്ചു പോയി, കുട്ടികളെല്ലാം തോന്നിയാസികളായി, ഈ തലമുറ നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ നശിച്ച തലമുറയ്ക്ക് രൂപം കൊടുത്താരാ? നശിച്ച മാതാപിതാക്കന്മാര്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനസംഖ്യ വർധവിനെ കുറിച്ച്, ജനസംഖ്യ ഇങ്ങനെ പെരുകിയാൽ പ്രശ്നം വരുമെന്ന് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രബോധനം വന്നത് മാൽത്തൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ പുസ്തകം ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിരിക്കുന്ന ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? 1798 എഴുതിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന പുസ്തകത്തിൽ തോമസ് മാൽത്തൂസ് ആണ് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന ആശയം ആദ്യമായിട്ട് എഴുതിയത്. ഹല്ലേലൂയ. പുള്ളി എഴുതിയത് എങ്ങനെയാണ്? ജനസംഖ്യ വർദ്ധിക്കുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ 2, 4, 8, 16, 32 ആ വിധത്തിലാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. എന്നാൽ ഉൽപാദനം, ധാന്യ ഉൽപാദനം, ഭക്ഷ്യധാന്യ ഉൽപാദനം വർദ്ധിക്കുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെയാണ് ഭക്ഷ്യധാന്യത്തിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നത് 2, 4, 8, 16, 32, 64 അങ്ങനെ നീങ്ങി പോവുകയാണ്. അതുകൊണ്ട് ഒരു വലിയ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച്, അതാണ് പോൾ എർലിക് എന്ന് പറഞ്ഞ ആള് എഴുതിയത്. 1968 ജനസംഖ്യാ ബോംബ് എന്ന തൻ്റെ പുസ്തകത്തിൽ പോൾ എർലിക് ഇങ്ങനെ എഴുതി:
മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. തന്മൂലം കോടിക്കണക്കിന് മനുഷ്യർ 1980കളിൽ പട്ടിണി കിടന്ന് മരിക്കും. ഇന്ത്യയെക്കുറിച്ച് പോൾ എർലിക്ക് ഇങ്ങനെ എഴുതി: ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന ആർക്കും ഇന്ത്യ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും എന്ന് സ്വപ്നം കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. 1980കളിൽ 20 കോടി ഇന്ത്യക്കാർ എങ്കിലും പട്ടിണി കിടന്ന് മരിക്കും. പോൾ എർലിക്ക് 1968 ഇങ്ങനെ ഒരു പുസ്തകം എഴുതി. ഈ കാലഘട്ടത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ജനസംഖ്യയെ പെട്ടെന്ന് വെട്ടിക്കുറച്ചത്, ജനസംഖ്യ നിയന്ത്രണം വരുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ എന്താ യാഥാർത്ഥ്യം? ഭക്ഷ്യധാന്യം കൂടിയാണ് കുറയാണ് ചെയ്തത്. ഇതാ പോൾ എർലിക്കിന്റെ ഈ പ്രവചനം അനുസരിച്ചുള്ള പട്ടിണി മരണങ്ങൾ ഒന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല, ലോകത്തിലും നടന്നിട്ടില്ല. മറിച്ച് ലോകത്തിൽ മുമ്പ് എന്നത്തേക്കാളും അധികമായി ഭക്ഷ്യധാന്യ ഉൽപാദനം ഇന്ന് കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയുടെ സ്ഥിതിയെക്കുറിച്ച് തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കിൽ പറഞ്ഞെങ്ങനെയാണ്: ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉൽപാദനം 1951 51 ദശലക്ഷം ടൺ ആയിരുന്നു. 2001 അത് 196 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിലെ വർധന 386% ഉയർന്നു. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ ഉൽപാദനം 386% അതങ്ങോട്ട് ഉയർന്നു. 2003 ജൂലൈ മുതൽ ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ സമിതിയിലെ അംഗമായി മാറി. അതുവരെ ഇന്ത്യക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയിരുന്നില്ല. എന്നാൽ ജനസംഖ്യ ഓരോ വർഷം കഴിയുന്നതോറും ക്രമാതീതമായി വർദ്ധിച്ച് വന്നതനുസരിച്ച് ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ ഉൽപാദനം ക്രമാതീതമായി കൂടിയുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കാൻ തക്കവണ്ണം ഇന്ത്യയിൽ കരുതൽ ശേഖരം ഉണ്ടാകാൻ തക്കവണ്ണം ഭക്ഷ്യധാന്യം വർദ്ധിച്ചു. ഇന്ത്യൻ ഗവൺമെന്റ് ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ മാത്രം 60 ദശലക്ഷം ടണ്ണിൽ അധികമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 10 ദശലക്ഷം ടൺ ഓരോ വർഷവും ഉപയോഗശൂന്യമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സ്ഥിതിയാണ്. അമേരിക്കയിലാണെങ്കിൽ ഉൽപാദനത്തിന്റെ 25% ഭക്ഷ്യധാന്യങ്ങൾ എത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനം ഉണ്ടാക്കി കാറിന് ഉപയോഗിക്കുകയാണ്. അതുപോലെ ലോകത്തിൽ ഭക്ഷ്യധാന്യ ഉൽപാദനം വർദ്ധിച്ചു. ഹല്ലേലൂയ. എന്നാൽ നുണപ്രചാരകർ എന്താ പ്രചരിപ്പിച്ചത്? ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഭക്ഷ്യധാന്യം വർദ്ധിക്കില്ല, അതുകൊണ്ട് ലോകത്തിൽ പട്ടിണി ഉണ്ടാവും, പട്ടിണി മരണങ്ങൾ ഉണ്ടാവും എന്ന് പ്രചരിപ്പിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ അത് തകർത്ത് തരിപ്പണാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഒരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് 1950-51 ഇന്ത്യയിലെ പോപ്പുലേഷൻ 363 ദശലക്ഷമായിരുന്നു. 363 ദശലക്ഷമായിരുന്നു 1950-51 ഇന്ത്യയിലെ കണക്ക്. അന്ന് ഭക്ഷ്യധാന്യ ഉൽപാദനം 51 ദശലക്ഷം ടണ്ണായിരുന്നു. 1960-61 442 ദശലക്ഷമായി ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനം 82 ദശലക്ഷം ടണ്ണായി ഉയർന്നു. 1970-71 551 ദശലക്ഷമായി പോപ്പുലേഷൻ വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനം 213 ദശലക്ഷം ടണ്ണായി ഉയർന്നു. വീണ്ടും 1980-81 689 ദശലക്ഷമായി ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനം വീണ്ടും കൂടി 265 മില്യൺ ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. 1990-91 ജനസംഖ്യ 852 ദശലക്ഷമായിരുന്നു. അപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനം ഏതാണ്ട് 347 മില്യൺ ദശലക്ഷം ടണ്ണായി ഉയർന്നു. 2000-2001 ജനസംഖ്യ 1033 ദശലക്ഷം ആയിട്ട് വർദ്ധിച്ചു. ഭക്ഷ്യധാന്യ ഉൽപാദനം 386 മില്യൺ ദശലക്ഷം ടണ്ണായി ഉയർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനസംഖ്യയുടെ ആ ഒരു വർധനവിനനുസരിച്ച് ഇന്ത്യയിൽ ഭക്ഷ്യധാന്യ ഉൽപാദനം ക്രമാതീതമായി വർദ്ധിച്ചു. അത് കയറ്റി അയക്കാൻ, മിച്ചം വന്ന് കയറ്റി അയക്കാൻ തക്കവണ്ണം ഭക്ഷ്യധാന്യ ഉൽപാദനം ഉണ്ടാകാൻ തക്കവണ്ണം ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും 1960-കൾ കൊടുത്തൊരു നിർദ്ദേശം എങ്ങനെയാണ്? ജനസംഖ്യ ഇത്തരത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ 2 കാലും കുത്തി നിലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ലോകത്തിൽ ജനം കൂടുമെന്നും ലോകത്തിൽ ജീവിതം അസാധ്യമാകുമെന്നും അവർ പ്രചരിപ്പിച്ചു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഈ കണ്ട ജനങ്ങള് കണ്ടമാനം വർദ്ധിച്ചിട്ട് പോലും ഇന്ന് ലോകത്തിലുള്ള മൊത്തം ഭൂഗോളത്തിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെയാണ്: ലഭ്യമായ തെളിവുകൾ പ്രകാരം ലോകമുള്ള മൊത്തം ജനസംഖ്യ
ഇന്ന് ലഭ്യമായ കരപ്രദേശത്തിന്റെ 2% താഴെയുള്ള സ്ഥലത്ത് മാത്രം വസിക്കാനുള്ള ജനങ്ങളെ ഇപ്പൊ ലോകത്തേ ഉള്ളൂ. ഇത്രയും ജനങ്ങൾ വർദ്ധിച്ചിട്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണക്കെടുത്ത് പറഞ്ഞെങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് അധിവാസ യോഗ്യമായ ലഭ്യമായ കരപ്രദേശത്തിന്റെ 2% താഴെയുള്ള സ്ഥലങ്ങളിൽ വസിക്കാനുള്ള ജനങ്ങളെ ഇപ്പൊ ലോകത്തിലുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വിജനമായ സ്ഥലമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അറ്റ്ലസ് പ്രകാരം അമേരിക്കയുടെ ഒരു സംസ്ഥാനമായ ടെക്സാസിൽ തന്നെ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും സുഖമായി താമസിക്കാനുള്ള സ്ഥലം ലഭ്യമാക്കാൻ തക്കവണ്ണം വിസ്തൃതിയുണ്ട്. അത്രമാത്രം ചെറിയൊരു നമ്പർ മാത്രമാണ് ഇപ്പോൾ ഈ വലിയ ജനസംഖ്യ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കുട്ടികളുടെ എണ്ണം അങ്ങനെ കൂടിയാൽ അതിന്റെ വലിയൊരു പ്രശ്നം, ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്നൊരു ഭവിഷ്യത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ തൊഴിൽ കൂടുകയാണ് കുറയുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ചെരുപ്പുണ്ടാക്കണം, ആ കുട്ടിക്ക് ഡ്രസ്സ് ഉണ്ടാക്കണം, ആ കുട്ടീനെ പഠിപ്പിക്കാൻ സ്കൂൾ വേണം, അതിന് ടീച്ചർമാർ വേണം, അതിന് കാറ് വേണം, സഞ്ചരിക്കാൻ ബസ് വേണം, നടക്കാൻ റോഡ് വേണം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ലോകത്തിൽ തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പൊ യൂറോപ്പിൽ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിൽ 6 കോടിയുള്ളൂ. 6 കോടി ബ്രഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ അത് ബ്രഷ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത സെഷനിൽ വേറെ ഇച്ചിരി കഴിഞ്ഞിട്ട് വേറെ ഇച്ചിരി ബ്രഷ് ഉണ്ടാക്കിയാൽ മതിയാവും. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതിയോ, ജനസംഖ്യ ഉള്ളത് കൊണ്ട് ഒരു ബ്രഷ് ഉണ്ടാക്കണതിന് ഒരാൾക്ക് ഓരോന്നെത്തണമെങ്കിൽ തന്നെ ഒരു 110 കോടി അല്ല അധികം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് തൊഴിൽ കൂടുകയാണ്. ആ ജനം ഓരോ കുട്ടിയും ജനിക്കുന്ന അനുസരിച്ച് എല്ലാ മണ്ഡലത്തിലും തൊഴിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൻമോഹൻ സിംഗ്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ജനസംഖ്യാ നിയന്ത്രണ കമ്മീഷന്റെ ആദ്യത്തെ മീറ്റിംഗിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: ജനസംഖ്യ രാജ്യത്തിന്റെ ബാധ്യതയല്ല, ജനസംഖ്യ രാജ്യത്തിന്റെ ആസ്തിയാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ദൈവം ഈ ഭൂഗോളം മുഴുവനെയും സൃഷ്ടിച്ചു, എല്ലാം വളരെ നല്ലതെന്ന് കണ്ടു, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം മനുഷ്യനോട്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ആദ്യത്തെ അനുഗ്രഹം ദൈവം മനുഷ്യനോട് പറഞ്ഞു. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ. അപ്പൊ ദൈവം ആദ്യം കൊടുത്ത അനുഗ്രഹമാണ് സന്താന പുഷ്ടി. ഹല്ലേലൂയ. The first blessing ever said. ദൈവം അരുളി ചെയ്ത അനുഗ്രഹങ്ങൾ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹമാണ് സന്താന പുഷ്ടി. ഞാൻ ചോദിക്കട്ടെ, ആദം അവ ഏത് ജാതിപ്പെട്ടതായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നോ? മുസ്ലിം ആയിരുന്നോ? ഏത് ജാതിപ്പെട്ടതായിരുന്നു? ഇത് പറഞ്ഞാൽ എല്ലാ മനുഷ്യ വംശത്തിന്റെയും പ്രതീകമാണ് ആദം. ഈ കൽപ്പന ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾ ചില ചിന്തിക്കും, ക്രിസ്ത്യാനികളുടെ വോട്ട് കൂട്ടാൻ വേണ്ടിയാണോ യാസിന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചിന്തിക്കും. ക്രിസ്ത്യാനികൾ വോട്ട് കൂട്ടുന്ന കാര്യമല്ല വിഷയം. ഇത് ഈ ലോകത്ത് ജനിച്ചുള്ള സകലജാതി മതസ്ഥർക്കുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹിന്ദുക്കൾക്ക് ഈ കൽപ്പനയുണ്ട്, മുസ്ലിങ്ങൾക്ക് ഈ കൽപ്പനയുണ്ട്, യഹൂദന്മാർക്ക് ഈ കൽപ്പനയുണ്ട്, ആഫ്രിക്കക്കാർക്കും അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്: നിങ്ങൾക്ക് സന്താന പുഷ്ടി ഉണ്ടാകണം, നിങ്ങൾ പെരുകണം, ലോകത്തിൽ നിറയണം എന്നുള്ളത്. ആദ്യത്തെ മനുഷ്യവംശം കഴിഞ്ഞ് അടുത്ത മനുഷ്യവംശത്തിന് ദൈവം രൂപം കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം എന്താണ്? ഉൽപ്പത്തി 9-ാം അധ്യായം 1-ാം വാക്യം വചനം പഠിപ്പിങ്ങനെയാണ്: നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടി ഉണ്ടായി പെരുകി ലോകത്തിൽ നിറയുവീൻ. അപ്പോഴും ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് സന്താന പുഷ്ടി. ഹല്ലേലൂയ. വീണ്ടും ദൈവം സ്വന്തം ജനത്തിന് രൂപം കൊടുക്കുന്ന, ദൈവജനത്തിന് രൂപം കൊടുക്കുന്ന രംഗം ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അബ്രാഹത്തെ വിളിച്ച് ദൈവജനത്തിന് രൂപം കൊടുക്കുന്ന രംഗമാണ്. അങ്ങനെ ദൈവജനത്തിന് രൂപം കൊടുക്കുമ്പോൾ ദൈവജനത്തിന് കൊടുക്കുന്ന ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന എന്താ? അബ്രാഹത്തോട് ദൈവം കൽപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങൾ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ദൈവജനത്തിന് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും വളർച്ച എല്ലാം കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെല്ലാം വേണ്ടി ദൈവം കൊടുത്ത ഒറ്റ അനുഗ്രഹമാണ് സന്താന പുഷ്ടി. ധാരാളം മക്കളുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹം ഉണ്ടാവും, ധാരാളം മക്കളുണ്ടെങ്കിൽ അവിടെ ഉയർച്ച ഉണ്ടാവും, ധാരാളം മക്കളുണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും. ഇന്ന് ലോകത്തിലുള്ള സമ്പത്തിന്റെ സിംഹം 60% ആരുടെ കയ്യിലാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ കയ്യിലാണ്.
ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് അവരെ കാണാൻ പറ്റും. അവർ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് പേര് വിരാജിക്കും. എന്താ അതിന്റെ കാരണം? ദൈവം കൊടുത്ത കൽപ്പന അവർ പാലിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുണ്ടായ സംഭവം നിങ്ങളോട് പറയാം. അത് പറഞ്ഞില്ലല്ലോ, അത് നിങ്ങളോട് പറയാം. ഇവിടെ ഒരു ജോണിച്ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. ആ ജോണിച്ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളെല്ലാം ഇങ്ങനെ പട്ടിണി പാവങ്ങളാകാൻ കാരണം അച്ഛന്മാരാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ വല്ല പിരിവോ വല്ല ഉണ്ടായോ എന്ന് ചോദിച്ചു ഈ അടുത്ത കാലത്ത്. ഉടനെ ചേട്ടൻ പറഞ്ഞു, പിരിവല്ല അച്ഛാ. ചേട്ടൻ പറഞ്ഞു, എനിക്ക് വലിയൊരു ദുഃഖം ഉണ്ടായിരുന്നു. ഞാനും ഒരു കാതിർക്കായും കൂടെ കൂടി 5 ഏക്കർ സ്ഥലം ഒന്നിച്ച് വാങ്ങിയിട്ട് 2.5 ഏക്കർ ജോണിച്ചേട്ടനെ എടുത്ത് 2.5 ഏക്കർ കാതിർക്കായും എടുത്ത്. കാതിർക്ക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആള്, ജോണിച്ചേട്ടൻ ക്രിസ്തീയ സമുദായപ്പെട്ടയാള്. 2.5 ഏക്കർ മുറിച്ചെടുത്ത്. ജോണിച്ചേട്ടൻ പാലായി എന്ന് പറഞ്ഞ ആളാണ്. ബേസിക് ആയിട്ട് കൃഷിയാണ് തൊഴില്. കാതിർക്ക ബിസിനസ്സുകാരനാണ്, ഈ നാട്ടുകാരനാണ്, ബിസിനസ്സുകാരനാണ്. പുള്ളി ബിസിനസ്സിന് ഇടയ്ക്ക് വരുന്ന സമയത്ത് വല്ല കപ്പയോ കാച്ചിലോ വല്ല കുത്തിയിട്ടിട്ട് പോകും, ഇത്രേ ഉള്ളൂ. ജോണിച്ചേട്ടൻ ശരിക്കും പറമ്പ് കളച്ച് ചുട്ട് വളവിട്ട് ഇതൊക്കെ എടുത്ത് കപ്പയും കാച്ചിലൊക്കെ നടും. ഈ ജോണിച്ചേട്ടൻ പറയാണ്, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് ഞാൻ പോയി കപ്പ പറിക്കുമ്പം മൂട്ടിൽ പേക്കോ എന്ന് പറഞ്ഞ് 2 കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം കാണാന്ന് പറഞ്ഞു. കപ്പ കിഴങ്ങ് 2 എന്നാൽ ഈ കാതിർക്ക റബ്ബർ, ഇഞ്ചി ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതിന് ഇടയ്ക്ക് വന്ന് എവിടെയെങ്കിലും അത് എങ്ങനെ ചിലപ്പോൾ തലതിരിച്ചായിരിക്കും കുത്തിയിടണമെന്ന് അറിയാൻ പാടില്ല. കാരണം പുള്ളി ഇത് കൃഷിക്കാരനല്ല. പുള്ളി കിട്ടുന്ന സമയം കൊണ്ട് വേഗം നിങ്ങൾ കുത്തിയിട്ടിട്ട് പോകും. പുള്ളി വന്ന് കപ്പ പറിക്കുമ്പം അതിന്റെ മൂട്ടിൽ ഇറുങ്ങനെ കിഴങ്ങുകളെല്ലാം കൂടെ കൂടി അവിടെ തൂങ്ങിക്കിടക്കാൻ. ഈ ജോണിച്ചേട്ടന് ഭയങ്കര ദൈവത്തോട് പറഞ്ഞു, പക്ഷപാതം പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒരേ പ്ലോട്ട് 5 ഏക്കറിന്റെ 2.5 ഏക്കർ വിട്ടു, 2 ഏക്കർ അവരും എടുത്തു. ജോണിച്ചേട്ടൻ ചെയ്താൽ പേക്കോ എന്ന് പറഞ്ഞാൽ ചില നാരുകൾ പോലെ നിൽക്കും. എന്നാൽ കാതിർക്കായുടെ വല്ല മുട്ട കിഴങ്ങുകൾ എന്നും ജോണിച്ചേട്ടന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പരിഭവമാണ്. ഒരു ദിവസം മണ്ണാർക്കാട് പള്ളിയിരുന്ന് ജോണിച്ചേട്ടൻ ചങ്ക് വെട്ടി കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ, എന്തുകൊണ്ടാണ് ഞാൻ അധ്വാനിച്ചിട്ടൊരു മേൽഗതി ഇല്ലാത്തത്? അപ്പൊ ദൈവം ഇറങ്ങി വന്ന് ജോണിച്ചേട്ടനോട് സംസാരിച്ചു. ജോണിച്ചേട്ടനോട് ചോദിച്ചു, അല്ല, നിനക്ക് ഈ കണ്ടമാനം കിഴങ്ങിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. നിനക്ക് 2 മക്കളുണ്ട്, 2 കിഴങ്ങ് തന്നിട്ടുണ്ടല്ലോ, സമാധാനപ്പെടാൻ പറഞ്ഞു. കാതിർക്കായ്ക്ക് കുറെ മക്കളുണ്ട്, 5-10 മക്കളെ പറ്റുണ്ട്. അതിന് മിനിമം ഓരോ കിഴങ്ങെങ്കിലും കൊടുക്കാൻ എന്റെ നീതിയല്ലേ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളില്ലാത്ത ഒരപ്പനാണെങ്കിൽ ഒരു കപ്പത്തല കുഴിച്ചിടാനുള്ള വർക്കത്ത് പോലും ആ കൈക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ദേഷ്യപ്പെടരുത്. അങ്ങനെ ആക്കി നമ്മളല്ലേ. പ്രൈസ് ദി ലോർഡ്. നമ്മളിഞ്ഞ് അവരോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. ഒരു ബിസിനസ് തുടങ്ങാനോ, ഒരു കപ്പത്തല കുഴിച്ചിടാനോ, ഒരു കാച്ചിൽ കുഴിച്ചിടാനോ, ഒരു നല്ലൊരു കൃഷി തുടങ്ങണം, നല്ലൊരു കാര്യം തുടങ്ങണമെങ്കിൽ ഐശ്വര്യമുള്ള കൈ, ധാരാളം മക്കളുള്ള അപ്പനെ അമ്മേനെ വിളിച്ച് തുടങ്ങുക. ഒരു ബിസിനസ് ഉദ്ഘാടനമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ മക്കളുള്ള അപ്പനെ അമ്മേനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള കൈകളെ ദൈവം അനുഗ്രഹിക്കുക. അത് ബ്ലെസ്സിംഗ് ഉള്ള കൈയാണത്. ഹല്ലേലൂയ. അത്രമാത്രം ദൈവം താലോലിച്ച് സ്നേഹിക്കുന്ന ഒരു സംഗതിയാണ് മക്കളെ സ്വീകരിക്കുന്നവരെ. വീണ്ടും അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്കിന്റെ ജീവിതത്തിലാണെങ്കിലും ഇത് തന്നെ ദൈവം അനുഗ്രഹമായി കൊടുക്കുന്നുണ്ട്. 24-ാം അധ്യായം 60-ാം വാക്യം. ഇസഹാക്കിന്റെ ഭാര്യ, ആ ഭാര്യ വീട്ടിൽ നിന്ന് ഇസഹാക്കിന്റെ ഭവനത്തിലേക്ക് കല്യാണം കഴിച്ചിട്ട് വരണ വഴിക്ക് ഇസഹാക്കിന്റെ ഭാര്യ റബ്ബേക്ക സ്വന്തം ഭവനത്തിൽ നിന്ന് ഇതാ ഇസഹാക്കിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ റബ്ബേക്കയുടെ അനിയത്തിമാരും ചേച്ചിമാരും ആങ്ങളമാരും പിന്നെ റബ്ബേക്കയുടെ ഇളയമ്മയും പേരമ്മയും ചിറ്റമ്മയും എല്ലാം കൂടെ ആ വീടിന്റെ ഉമ്മറത്ത് നിന്ന് റബ്ബേക്കനെ അനുഗ്രഹിക്കുന്ന രംഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 60-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായിട്ടേ തിരിച്ചിങ്ങോട്ട് വരാവുള്ളൂ. നമ്മൾ കൊടുക്കേണ്ട ഒരു അനുഗ്രഹം ഇതാണ്. കല്യാണത്തിന് പോകുമ്പോൾ മക്കളെ അനുഗ്രഹിക്കണം. നിനക്ക് നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അപ്പനായി മാറണം, നീ 1000-ങ്ങളുടെയും 10,000 അമ്മയായി മാറണം. അതാണ് ബ്ലെസ്സിങ്. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി മാറണം, 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അപ്പനായി മാറണം. ആ റബ്ബേക്കനെ അനിയത്തിമാരും ചേച്ചിമാരും ബ്ലെസ് ചെയ്ത് വിടുകയാണ്. നീ 1 ഉണ്ടാകുമ്പോൾ 2 ഉണ്ടാകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് നീ വരരുത്. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായിട്ട് കാണണമെന്ന് അവർ ആഗ്രഹം പറയുകയാണ് അവര്. വീണ്ടും യാക്കോബിന്റെ ജീവിതത്തിലേക്ക് വരാം. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നേരിട്ട് അനുഗ്രഹിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 28-ാം അധ്യായം 13-14 വാക്യങ്ങളിലാണ്. യാക്കോബ് ഓടിപ്പോകുന്ന സമയത്ത് മരുഭൂമി കടന്നുറങ്ങുമ്പോൾ ഒരു ഗോവണി കണ്ടു. ഗോവണിയുടെ ഒരറ്റം സ്വർഗത്തിൽ ഒരറ്റം ഭൂമിയിലും, മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഗോവണിയുടെ ഏറ്റവും മുകളിൽ അറ്റത്ത് ഇതാ ദൈവം വന്നു വന്നു. എന്നിട്ട് ദൈവം യാക്കോബിനെ വിളിക്കുകയാണ്. അതാണ് 13 മുതലുള്ള വാക്യങ്ങൾ. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന മണ്ണ് നിനക്ക് നിന്റെ സന്താനങ്ങൾക്ക് ഞാൻ നൽകും.
നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റതായിരിക്കട്ടെ. അബ്രാഹത്തോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ മക്കൾ വേണം. യാക്കോബിനോട് പറഞ്ഞു, ഭൂമിയിലെ പൂഴി പോലെ നിനക്ക് മക്കൾ ഉണ്ടാകണം. ഇങ്ങനെ ബൈബിൾ നോക്കിയാൽ തുടർന്ന് അങ്ങോട്ട് ദൈവം അനുഗ്രഹിക്കുന്നവരെല്ലാം അവരുടെ കുടുംബത്തിൽ ഇടപെടുമ്പോൾ ദൈവം ആദ്യം കൊടുക്കുന്നത് മക്കളുടെ എണ്ണത്തെക്കുറിച്ചുള്ള നിർദ്ദേശമാണ്. നിനക്ക് ഭൂമിയിലെ പൂഴി പോലെ മക്കൾ, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അപ്പനായി മാറണം. ഇങ്ങനെയാണ് ദൈവം താൻ തെരഞ്ഞെടുത്തവരുടെ കുടുംബത്തിന് ആദ്യം. ഇനി 128-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രം ബൈബിൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് താമസിക്കുന്ന വീട് ഏതാണെന്ന് ദൈവം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. എൻ്റെ ഇഷ്ടമുള്ള കുടുംബത്തിന്റെ ചിത്രം എന്താണെന്നാണ് 128-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ദൈവം രേഖപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കട്ടെ. ഫലസമൃദ്ധമായ മുന്തിരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുന്തിരിങ്ങി 2 മുന്തിരിങ്ങി അവിടെ ഇവിടെ പേട് പിടിച്ച് 1-2 കിടക്കണം അല്ല ഉദ്ദേശിക്കുന്നത്. ഫലസമൃദ്ധമായ മുന്തിരി വള്ളി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മുന്തിരിങ്ങകൾ കാഴ്ച കിടക്കണം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മരത്തൈകൾ പോലെ ആയിരിക്കട്ടെ. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ സ്ഥിതി അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നിൽ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില മരങ്ങൾ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ഭക്ഷണമേശയ്ക്ക് ചുറ്റും നമ്മുടെ മക്കള്. ആ മൂലയിൽ ഒരെണ്ണം, ഈ മൂലയിൽ ഒരെണ്ണം, പേക്കോ എന്ന് പറഞ്ഞ് ഒന്ന് തുമ്മിയാൽ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ കൊമ്പ് കോർക്കാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കുടുംബം, ദൈവം സ്നേഹിക്കുന്ന മക്കള്, അവരുടെ കുടുംബത്തിന്റെ ചിത്രം ദൈവം, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് മരത്തൈകൾ പോലെ ഉണ്ടാകണം. ഇത് ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന കാലഘട്ടം മാറി. പണ്ട് ആ മറ്റേ മാൽത്തൂസിൻ്റെയും ആ പോർ എർലിക്കിൻ്റെ ഒക്കെ പുസ്തകം വായിച്ച് ചില ആളുകൾ ചില തോന്നിയാസം ചെയ്തെങ്കിൽ ഇന്നത്തെ തലമുറ ദൈവവചനം വായിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുകയാണ്. ഒരുപാട് ആളുകൾ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ പറയാണ്, അച്ഛാ, ഞാനും എൻ്റെ ഭാര്യയും ധ്യാനം കൂടാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇപ്പം അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 13 മക്കളുണ്ടാകാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് മുട്ടുകുത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ ശരിക്കും അറിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. UK മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ സോജി ഓലിക്കലച്ചൻ മാഞ്ചസ്റ്ററിൽ UK ശുശ്രൂഷയുണ്ട്. UK അവിടെയൊക്കെ ചെറുപ്പക്കാരാണ്. അവിടെ ഈ ദൈവവചന കാര്യങ്ങൾ പറഞ്ഞു. UK അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് മറ്റേ ദൈവവചന വിപരീതമായ ഉപദേശങ്ങളുടെ പുസ്തകം വായിച്ചിട്ട് ആളുകൾ തെറ്റിപ്പോയത്. അവിടെ തന്നെ ഈ വചനം പ്രഘോഷിച്ച് ഇപ്പൊ സോജിയച്ചൻ പറയണത്, അച്ഛാ, ഇവിടെ എല്ലാ സ്ഥലത്തും ഗർഭിണികളാണ്, ഗർഭിണികൾ തട്ടിയിട്ട് ദൈവവചനം സ്വീകരിച്ച് ദൈവത്തിന്റെ വഴി നടക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അവൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയ മകൻ്റെ അനിയൻ്റെ കല്യാണം നടക്കുമ്പം ചേട്ടാനിയന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. അവർ 4 പേരാണ്. അപ്പോൾ അവരുടെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഒരാൾ, ഞാൻ പറയുന്ന ചെറുപ്പക്കാരൻ നിരനിരയായിട്ട് നിർത്തി. മൂത്ത ചേട്ടൻ്റെ കുട്ടികൾ തൊട്ട് ഇളയ എല്ലാവരും നിരനിരന്ന് മൊത്തം 16 പേരുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കയറി വന്ന് നിന്നു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് 3-4 പേരുടെ ഒന്നിച്ചുള്ളതാണ്, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വേണമെന്ന് പറഞ്ഞു. ഇതിൽ കുറഞ്ഞൊരു സംഖ്യ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. മിനിമം ഇത്രയെങ്കിലും, അതിൽ കൂടുതലല്ലാതെ കുറച്ച് വേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് ലോകത്തിൽ അങ്ങനെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബൈബിളിൽ നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമൃദ്ധിക്കും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടി ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഞാനില്ലെങ്കിൽ ലംഘിക്കണമെന്ന് സാത്താൻ ആഗ്രഹമുണ്ട്. ദൈവം പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന്, സാത്താൻ പറയും നിങ്ങൾ കല്യാണം കഴിക്കേണ്ട, പാർട്ട്നേഴ്സായി ജീവിച്ചാൽ മതിയെന്ന്. ദൈവം പറഞ്ഞു നിങ്ങൾ മിശ്രവാഹം ചെയ്യരുത്, സാത്താൻ പറയും എല്ലാവരും ഒന്നല്ലേ, ആരെ വേണമെങ്കിലും കെട്ടിക്കോ. ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ധാരാളം മക്കൾ വേണം, സാത്താൻ പറയും വേണ്ട വേണ്ട വേണ്ട, മക്കളെ വേണ്ട, വേണമെങ്കിൽ ഒരെണ്ണത്തെ ആയിക്കോ. എന്തൊക്കെ ദൈവം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടൊന്ന് ലംഘിപ്പിക്കാൻ സാത്താൻ കൗശലപൂർവ്വം നുണപ്രചരണങ്ങൾ, ദൈവവചന വിപരീതമായി ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ സാത്താൻ നൽകും എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നാം ദൈവത്തെയാണ് ആരാധിക്കണമെങ്കിലും ഹൃദയത്തിൽ ഇരിക്കുന്നത് സാത്താൻ്റെ വചനങ്ങളാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവം നിർത്തിവെഞ്ഞ് സാരമില്ല, അത് ഇനി എന്താ ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല. പ്രസവം നിർത്താത്ത എല്ലാവരും ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ, വചനം ലംഘിക്കാതെ ജീവിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണം. ഇത്തിരി സുഖം കുറഞ്ഞാലും കാര്യം, നമ്മൾ എന്നും ബിരിയാണി കഴിച്ചില്ലെങ്കിലും ഇത്തിരി സാധാരണ ഭക്ഷണം, ഇത്തിരി സാമ്പാറും ചോറൊക്കെ ആണെങ്കിൽ പോലും ധാരാളം മക്കളുണ്ടെങ്കിൽ അതല്ലേ സന്തോഷം.
നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ തലയെന്ന് പറഞ്ഞാൽ 100 ദശലക്ഷം കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് വെച്ചാൽ എന്നതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഒരു സിംഗിൾ തലയ്ക്കുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണെന്ന് പറയുന്നത് 1000 ക്യാമറ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പവർ ഒരു മനുഷ്യന്റെ കണ്ണിനുണ്ട്. ഇങ്ങനത്തെ കണ്ണും ചെവിയും തലയും പല്ലും എത്രയോ ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലെസ്സിങ് നിറഞ്ഞ ഒരു സമ്പത്തിനെയാണ് ഒരു കുഞ്ഞു വഴി ദൈവം നമുക്ക് കുടുംബത്തിലേക്ക് തരുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ കിട്ടുന്ന ഏതൊരു സമ്പത്തിനേക്കാളും ഉന്നതമാണ് ദൈവം നൽകുന്ന സന്താനം അല്ലെങ്കിൽ മക്കള് ആകുന്ന സമ്പത്ത്. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കുകയാണ്. ദൈവമേ, കുടുംബത്തിൽ മക്കളെ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുത്തെ പദ്ധതി അനുസരിച്ച് മക്കളെ സ്വീകരിച്ച് കുടുംബം ആത്മീയമായും ഭൗതികമായും സമൃദ്ധിയിലേക്ക് ഉയരാൻ തക്കവണ്ണം പ്രാർത്ഥന, വിശുദ്ധി, സ്നേഹം, നിസ്വാർത്ഥത, സഹനം, ക്ഷമ, വിശുദ്ധി, കൂട്ടായ്മ, തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നിറഞ്ഞ സമൂഹം ഉണ്ടാകാൻ ധാരാളം മക്കളുള്ള കുടുംബങ്ങൾ ലോകത്തിലുണ്ടാകണം. അതിന് ദൈവമേ, ദൈവവചന പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഗാനം ആലപിക്കുമ്പോൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാകും കുഞ്ഞുങ്ങൾ ദൈവത്തിൽ ദാനമല്ലോ. പ്രാർത്ഥന നിരതമായി യേശുവിൽ ജീവിതം സമർപ്പിച്ചു സഹനത്തിൽ ബലിയാകണം. പ്രാർത്ഥന നിരതമായി യേശുവിൽ ജീവിതം സമർപ്പിച്ചു സഹനത്തിൽ ബലിയാകണം. കുടുംബം സ്വർഗീയ പൂങ്കാവനം, പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം. സുന്ദര സ്വപ്നങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന സ്വർഗീയ സായുജ്യ സന്നിധാനം. കുടുംബം സ്വർഗീയ പൂങ്കാവനം, പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം ഒഴുകാൻ, ഒരു സമാധാനം നിറയാൻ, ദൈവികമായ സന്തോഷം നിറയാൻ, ദൈവിക ക്രമീകരണത്തെ ആനന്ദിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, ഈ മണിക്കൂറിൽ കുടുംബത്തിൽ നിന്ന് എല്ലാ തിന്മകളെയും ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തകർച്ചകളും വിട്ടുമാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുവരെ വന്ന കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിച്ച് അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു. ഇനി കുറവില്ലാതെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതുവരെ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, അതെല്ലാം അവിടുന്ന് ക്ഷമിച്ചു, അതെല്ലാം അവിടുന്ന് കഴുകി ഒരു പുതിയ ജീവിതം ഞങ്ങൾ അനുഗ്രഹിച്ചു നന്ദി പറയാൻ കർത്താവേ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ കാഴ്ചപ്പാട് ദൈവവചന പ്രകാരം കുടുംബത്തിന് അടിത്തറയിടാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അതിനുള്ള ധൈര്യം നൽകണമേ. ഈ സമൂഹം ദൈവവചനത്തിനെതിരായി പോകുമ്പോൾ ദൈവവചനം അനുസരിച്ച് കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ കർത്താവേ. ദൈവവചനം അനുസരിച്ച് സ്വർഗത്തിൽ മുഖാഭിമുഖം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കുടുംബത്തെ ക്രമീകരിക്കാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ സമ്മാനങ്ങളായ ആ വാത്സല്യ നിധികളെ, ആ കുഞ്ഞു മക്കളെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ആനന്ദിക്കാൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അതിനുള്ള ഭയം, ടെൻഷൻ, അതിനെക്കുറിച്ച് തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, ഇടർച്ചകുന്ന ഉപദേശങ്ങൾ യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഹൃദയങ്ങളിൽ നിന്നും ചിന്താ മണ്ഡലങ്ങളിൽ നിന്നും കഴുകി ദൈവവചനപ്രകാരമുള്ള ബോധ്യങ്ങൾ നിറയ്ക്കണമേ. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ്, ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സമ്മാനമാണ്. എൻ്റെ ദൈവമാണ് അതിനെ നോക്കി വളർത്തുന്നത്, എൻ്റെ ദൈവമാണ് സാഹചര്യങ്ങൾ ഒരുക്കുന്നത്, എൻ്റെ ദൈവമാണ് ഓരോ കുഞ്ഞു വഴി കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്, ഓരോ കുഞ്ഞു വഴി എൻ്റെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാകും കുഞ്ഞുങ്ങൾ ദൈവത്തിൻ ദാനമല്ലോ. സ്നേഹത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാകും
പ്രാർത്ഥന നിരതമായി യേശുവിൽ ജീവിതം സമർപ്പിച്ചു സഹനത്തിൽ ബലിയാകണം. പ്രാർത്ഥന നിരതമായി യേശുവിൽ ജീവിതം സമർപ്പിച്ചു സഹനത്തിൽ ബലിയാകണം. കുടുംബം സ്വർഗീയ പൂങ്കാവനം അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം അനുഗ്രഹിക്കണമേ. സുന്ദര സ്വപ്നങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന സ്വർഗീയ സായുജ്യ സന്നിധാനം. കുടുംബം സ്വർഗീയ പൂങ്കാവനം പരിശുദ്ധ ത്രിത്വത്തിൻ പുണ്യഗേഹം. ഹല്ലേലൂയ. കാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 113-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. മക്കളില്ലാത്ത വ്യക്തികൾക്ക് മക്കളെ കൊടുത്ത് അവരെ സന്തുഷ്ടനാക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ മക്കൾ ജനിക്കാത്തതിന് പിന്നിൽ ദൈവം തരുന്ന മക്കളെക്കുറിച്ചും മക്കൾക്ക് ജന്മം നൽകാനുള്ള കഴിവിനെക്കുറിച്ചും നമ്മൾ നിസ്സാരമായി ചിന്തിച്ചു എന്ന തെറ്റ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കാം. അങ്ങനത്തുള്ള തെറ്റ് വഹിക്കുന്ന ഒരു കുടുംബമാണോ നമ്മുടെ കുടുംബം എന്ന് പരിശോധിക്കണം. അച്ഛൻ്റെ അടുത്ത് തെറ്റ് വഹിക്കുന്ന ഒരു കുടുംബമാണോ നമ്മുടെ കുടുംബം എന്ന് പരിശോധിക്കണം. അച്ഛൻ്റെ അടുത്ത് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, ഭാര്യയും ഭർത്താവും.
അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നില്ല അച്ഛാ. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് നേരം പ്രാർത്ഥിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും ജോലിക്കാരാണ്. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു, 5 വർഷത്തേക്ക് മക്കൾ വേണ്ട, 5 വർഷം കഴിഞ്ഞ് മതി നമുക്ക് മക്കൾ എന്ന് രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ അവർ മുമ്പോട്ട് പോയി. 5 വർഷം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു. അവർ തീക്ഷ്ണമായിട്ടൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടി ജനിക്കണില്ല. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾ ജനിക്കണമെന്ന് വിചാരിച്ചാൽ ജനിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തന പുസ്തകം 127-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവ് സമ്മാനം തരുന്ന സമയത്ത് ആ സമ്മാനം സ്വീകരിക്കണം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നിരവധി കുടുംബങ്ങൾ, അച്ഛൻ ഈ കഴിഞ്ഞ 13 വർഷക്കാലത്തെ ദൈവവചന ശുശ്രൂഷകൾക്കിടയിൽ കണ്ടുമുട്ടിയ നിരവധി കുടുംബങ്ങളിൽ ഇതുപോലുള്ളൊരു ബന്ധനം അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ അവർ ആദ്യം എടുക്കുന്ന തീരുമാനം ഇതാണ്, നമുക്കിപ്പോൾ മക്കൾ വേണ്ട, നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് മതി, നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് മതി, നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് മതി, ഒരു വീട് വെച്ചിട്ട് മതി, ഒരു മതിൽ കെട്ടിയിട്ട് മതി, കുട്ടിക്കുള്ള പിള്ളത്തൊട്ടി ഉണ്ടാക്കിയിട്ട് മതി എന്നൊക്കെ അവർ തീരുമാനം എടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം വീടുണ്ടാക്കി, മതിലുണ്ടാക്കി, ജോലി ഉണ്ടാക്കി, സമ്പത്തുണ്ടാക്കി, പിള്ളത്തൊട്ടി ഉണ്ടാക്കി, കുട്ടിക്കച്ച ഉണ്ടാക്കി, അതിനെല്ലാം ശേഷം കുഞ്ഞിന് വേണ്ടി നോക്കുമ്പോൾ കുഞ്ഞില്ല. ഇപ്പോൾ അവർ തീർത്ഥാടനങ്ങളായും നേർച്ച കാഴ്ചകളായും പ്രാർത്ഥനയായും ട്രീറ്റ്മെൻറ്റായും മെഡിക്കേഷനായൊക്കെ ഓടി നടക്കുകയാണ്. എത്ര നോക്കിയിട്ട് മക്കളുണ്ടാകണില്ല. പ്രൈസ് ദ ലോർഡ്. അതൊരു തെറ്റാണ്. ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കാതിരിക്കുന്നത് തെറ്റാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനത്തെ ഒരു പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കണം. മക്കളെ നൽകുന്നതിൽ സന്തോഷിക്കുന്നവനാണ് കർത്താവ്. അവിടുന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന അനുഗ്രഹം സന്താന പുഷ്ടിയാണ്. നിങ്ങൾക്ക് മക്കളുണ്ടാകണം, മക്കളുടെ മക്കളുണ്ടാകണം, നിങ്ങൾക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകണം. ഇതിൽ സന്തോഷിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ മക്കളുണ്ടാകാതെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് എല്ലാവരും സ്തുതിക്കുക. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തോ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ഏതെങ്കിലും കുടുംബത്തിൽ മക്കളില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് മതി മക്കളെന്ന് വിചാരിച്ചിട്ട് മക്കളുണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും പ്രാർത്ഥിക്കുക. ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് മക്കളില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇപ്പോൾ ലോകത്തിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അബ്രാഹത്തിന് അനുഗ്രഹിച്ച് സന്താന പുഷ്ടി നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച് സന്താന പുഷ്ടി നൽകി. യാക്കോബിനെ അനുഗ്രഹിച്ച് സന്താന പുഷ്ടി നൽകി. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ള കേസുകളിൽ പോലും ഇപ്പോൾ മക്കൾ ഉണ്ടാകാൻ തക്കവണ്ണം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ദാനമായി ഇപ്പോൾ മക്കളെ നൽകണമേ കർത്താവേ. ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇപ്പോൾ ഇവർ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഇപ്പോൾ ഇവർ ആരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് നാം ആഹ്ലാദിക്കണം, നാം സന്തോഷിക്കണം. ധാരാളം മക്കൾ ദൈവം കുടുംബത്തിൽ നൽകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനെ നമ്മൾ ദുഷിച്ച് പറയരുത്. അങ്ങനെ ആരെങ്കിലും ദുഷിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വലിയ ഒരു തിന്മയാണ് ഈ ഭൂമി ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്തോഷത്തെ, ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും വളരെ സന്തോഷത്തോടെ ദൈവം നൽകിയിട്ടുള്ള ഒരു ദാനത്തെ സ്വീകരിച്ചിരിക്കുന്ന കുടുംബങ്ങളെ പരിഹസിക്കുക, നിന്ദിക്കുക, പുച്ഛിക്കുക, ഇത് പ്രിയപ്പെട്ട ദൈവമക്കളെ കഠിനമായ ഒരു പാപമാണ്.
കൂടുതൽ മക്കളെ ദൈവം നൽകിയപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച കുടുംബങ്ങളെ നിങ്ങൾ ഇതിനു മുമ്പ് പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു 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 നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് പറയാണ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നോക്കിയിട്ടും എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിലെ ഒരു സങ്കടകരമായ രംഗം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ച്, ഇതൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം വല്ല ഓർമ്മ വരുന്നുണ്ടോ? കുടുംബത്തിൽ ഇന്നൊരു പ്രശ്നം കാണിക്കുന്നുണ്ടല്ലോ. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ശരിയാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി ശരിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം ഇതാണ്, അതായത് ഒരു കുടുംബത്തിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ അപ്പനും അമ്മയും അവർക്ക് 10-11 മക്കൾ ദൈവം കൊടുത്ത 11 മക്കളെയും അവർ സ്വീകരിച്ച്. എന്നാൽ ഈ 11 മക്കളെ സ്വീകരിച്ചെങ്കിലും ഈ അപ്പൻ സന്തോഷത്തോടെ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെല്ലാം നന്നായി വളർത്തി. എന്നാൽ ഈ മകൻ ഒരു വളരെ ലാവിഷായി ജീവിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. അവന് ചെറുപ്പത്തിൽ സൈക്കിൾ വേണം, കുറച്ച് വലുതായി മോട്ടോർ സൈക്കിൾ വേണം, ഇങ്ങനെ വലിയ ലാവിഷായിട്ട് ജീവിക്കുന്നൊരു പ്രകൃതക്കാരൻ. അപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ, നീ മോട്ടോർ സൈക്കിളിൽ നടക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല, നീ മോട്ടോർ സൈക്കിളൊന്നും വേണ്ട, നീ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, നീ നന്നായി പഠിക്കുക, ജോലി കിട്ടി കഴിയുമ്പോൾ നിനക്ക് മോട്ടോർ സൈക്കിളൊക്കെ മേടിക്കാം എന്ന് അപ്പൻ അവനെ നിരുത്സാഹപ്പെടുത്തി. അവൻ പറഞ്ഞു, ഞാൻ മോട്ടോർ സൈക്കിൾ തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവുകയില്ല, കോളേജിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൻ ഇരുന്നു. എങ്കിലും അപ്പൻ അവനെ നിർബന്ധിച്ച്, നീ സ്കൂളിൽ പോ, നീ കോളേജിൽ പോ, നീ മോട്ടോർ സൈക്കിളിന് വേണ്ടി വാശി പിടിക്കരുത് എന്നൊക്കെ നിർബന്ധിച്ച് അവനെ പ്രേരിപ്പിച്ച് നോക്കി. ആ മകൻ പോകാതിരുന്നു. അപ്പൻ വാങ്ങിച്ചു കൊടുത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമരം മുറുകി. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മകൻ അപ്പനോട് പറഞ്ഞു, പന്നി പെറ്റുകൂട്ടുന്നത് പോലെ മക്കളെ കണ്ട് ജനിപ്പിച്ചിട്ട് എന്താ കാര്യം, ഞാൻ മക്കളെ ജനിപ്പിച്ചാൽ മക്കളുടെ കാര്യങ്ങൾ കൂടെ നോക്കണം എന്ന് പറഞ്ഞ് അപ്പനോട് അവൻ ശണ്ട കൂടി. അത് അപ്പനെ ഒരുപാട് വേദനിപ്പിച്ച്, അപ്പൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച്. അപ്പൻ ഒരു കാര്യം, നീ വലുതാവുമ്പോൾ നോക്കിയാൽ മതി എന്ന് മാത്രമേ ഒരു വാക്ക് പറഞ്ഞുള്ളൂ. വേറെ ഒന്നും അപ്പം മറുപടി പറയാൻ പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൻ ഇന്ന് വലുതായി, ഉദ്യോഗസ്ഥനായി, ഒരുപാട് പണമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം സമൃദ്ധിയുണ്ട്. പക്ഷേ കുട്ടികൾ മാത്രമില്ല. സമ്പത്തും സമൃദ്ധി ഉണ്ടായെന്ന് വിചാരിച്ച് കുട്ടികളുണ്ടാകുന്ന നിർബന്ധമില്ല. കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫല സമ്മാനവും. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം എന്താ പഠിപ്പിക്കുന്നത്? പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ ഏൽക്കേണ്ടി വരും. പരിഹസിച്ചാൽ അത് നീ ചുമക്കേണ്ടി വരും. നിന്റെ ജീവിതകാലത്ത് മക്കൾ ധാരാളം ജനിക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിഹാസവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? മക്കളെ, ദൈവം നൽകുന്ന മക്കളെ സ്വീകരിച്ച മാതാപിതാക്കന്മാരെ നോക്കി, അവരുടെ ആ പുണ്യ ജീവിതത്തെ നോക്കി നീ മോശമായി സംസാരിച്ചിട്ടുണ്ടോ? നീ ദുഷിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നീ ദൈവത്തിൻ്റെ പദ്ധതികളെ ദുഷിക്കുന്ന, പാപം ചുമക്കുന്നവനാണെന്ന് മറക്കരുത്. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നീ അങ്ങനെയുള്ള ബന്ധനത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ഇന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും സമാനമായ തെറ്റുകൾ ചെയ്ത് അതിൻ്റെ പരിണതഫലമായി കുടുംബത്തിൽ മക്കളുടെ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ പ്രതികൂലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ സമയത്ത് ആ ശാപം വിട്ടുപോകാൻ വേണ്ടി, ആ തിന്മ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം നൽകിയിരിക്കുന്ന മക്കളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നാണമോ അപകർഷതയോ ലജ്ജയോ തോന്നിയിട്ടുള്ള കുടുംബങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അതിൻ്റെ തിന്മകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ആനന്ദിക്കുന്നതിന് പകരം ദൈവമക്കൾ ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെ ഓർത്ത് നാണിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെയുള്ള ഇതുപോലെ സമാനമായ മറ്റു തെറ്റുകളോ ചെയ്ത് ഇന്ന് കുട്ടികളില്ലാതെ പരിഹാസത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും പരിണതഫലമായി കഠിനമായ ബന്ധനത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ ആ ജീവിതങ്ങളിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ ലേഖനത്തിൽ നമ്മൾ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർത്തുപാടി തുള്ളിച്ചാടി ആനന്ദിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ മിഖ എന്ന് പറയുന്ന ദാവീദിൻ്റെ ഭാര്യ ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നി. അവൾ ദാവീദിനെ പലതരത്തിലും പരിഹാസവാക്കുകൾ പറഞ്ഞു, ദാവീദിൻ്റെ മനസ്സിനെ എതിർവാക്കുകൾ പറഞ്ഞ് ഭാരപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, മിഖ മരണം വരെ സന്താനരഹിതയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവിക ശുശ്രൂഷകളെയോ പ്രാർത്ഥനയെയോ ആത്മീയ കാര്യങ്ങളെയോ പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവനാമം വഹിക്കുന്ന സ്ഥലങ്ങളെയോ ദൈവനാമം വഹിക്കുന്ന വ്യക്തികളെയോ ദൈവനാമം വഹിക്കുന്ന സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളെ ദുഷിച്ച് നിന്ദിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കഠിന ബന്ധനത്തിൻ്റെ ഇരകളായി മാറിയിട്ടുണ്ടോ? എങ്കിൽ ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളിൽ സന്താന പുഷ്ടിക്ക് തടസ്സം നിൽക്കുന്ന
എല്ലാ തിന്മകളെയും, എല്ലാ കെട്ടുകളെയും, എല്ലാ ശാപങ്ങളെയും, എല്ലാ വിപരീത ശക്തികളെയും ശാസിച്ച് ബന്ധിച്ച് കെട്ടി ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും വിശ്വാസത്തോടെ ഇപ്പോൾ കർത്താവ് യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഉറക്കെ വിളിക്കുക, യേശു ക്രിസ്തുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഇപ്പോൾ വ്യക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഇപ്പോൾ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ദമ്പതിമാരിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ദമ്പതിമാർ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തടസ്സം വന്നിരിക്കുന്ന തടസ്സങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ ജനിക്കാത്ത കുടുംബങ്ങളിൽ മക്കളെ കിട്ടാനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ കർത്താവേ. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മനസ്സിലാത്തവണ്ണം മനസ്സിൽ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുട്ടികളുണ്ടാകാൻ തടസ്സമായി ഏതെങ്കിലും തരം ശാപങ്ങൾ ഏതെങ്കിലും കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾ കർത്താവിൻ്റെ പദ്ധതികളെ സ്വീകരിക്കാൻ തടസ്സമുണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ അന്ധകാര സേനകളെയും, പൈശാചിക ശക്തികളെയും, ദുഷ്ടാത്മ ഭൂതങ്ങളെയും, നാരകീയ സേനകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ. കുടുംബങ്ങളിൽ കൂടെ കൂടെ ഗർഭം അലസി പോകുന്ന തിന്മയോ ഭാരമോ രോഗമോ ഉണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ദുർപീഡകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള അഭിഷേകം നിറയട്ടെ, കുടുംബം സന്തോഷമുള്ള കുടുംബമായി മാറട്ടെ. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള അനുഗ്രഹവും സമൃദ്ധിയും സമാധാനവും ദൈവാത്മ നിറവും പരിശുദ്ധാത്മ അഭിഷേകവും കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ കൂടെ വസിക്കണേ